ശരിക്കുള്ള പ്രോബ്ലം എന്ന് പറയുന്നത് ആരും ലേൺ ചെയ്യുന്നില്ല എന്നുള്ളതല്ല, എന്നാൽ മാർക്കറ്റ് റിവാർഡ് ചെയ്യുന്ന രീതിയിലായിട്ട് ആരും ലേൺ ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഇവിടുത്തെ ആക്ച്വൽ പ്രോബ്ലം എന്ന് പറയുന്നത്. സോ ഈ എപ്പിസോഡ് ഇറ്റ്സ് നോട്ട് അബൌട്ട് സ്കിൽ ഹൈപ്പ്, എന്ത് സ്കില്ല് പഠിക്കണ്ട എന്നുള്ളതല്ല ഈ ഒരു എപ്പിസോഡ് എന്ന് പറയുന്നത്. എന്നാൽ ദിസ് എപ്പിസോഡ് ഈസ് ഓൾ അബൌട്ട് എങ്ങനെ നിങ്ങളുടെ ഒരു സ്കില്ല് അല്ലെങ്കിൽ നിങ്ങളുടെ നോളജ് യു ക്യാൻ ടേൺ ഇൻ ടു മണി, ട്രസ്റ്റ്, ഓപ്പർച്യൂണിറ്റിയൊക്കെ ആയിട്ട് എങ്ങനെ മാറ്റാം എന്നുള്ളതാണ് ഈ ഒരു എപ്പിസോഡ് എന്ന് പറയുന്നത്. ആൻഡ് ഐ തിങ്ക് ദിസ് ഇസ് സംതിങ് ദാറ്റ് വാസ് മിസ്സിങ് ഫോർ എ ലോട്ട് ഓഫ് പീപ്പിൾ. സോ ഐ ഹോപ്പ് ദിസ് വിൽ ഫിൽ ദാറ്റ് ഗ്യാപ്പ് ഫോർ യു. സോ വെൽക്കം ബാക്ക്. ആൻഡ് ഇത് നമ്മുടെ കരിയർ OS സീരീസിൻ്റെ 2ാമത്തെ എപ്പിസോഡാണ്. നിങ്ങൾ ആദ്യത്തെ എപ്പിസോഡ് കണ്ടിട്ടില്ല എന്നാണെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അതിൻ്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട്. മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ആദ്യത്തെ എപ്പിസോഡിൻ്റെ പോലെ തന്നെ ഈ എപ്പിസോഡിനകത്തും നിങ്ങളുടെ ഒരു സ്കിൽ ബിൽഡിംഗ് ബ്ലൂ പ്രിൻ്റ്, ഒരു പ്ലേ ബുക്ക് ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതും ഡിസ്ക്രിപ്ഷനകത്തുണ്ട്. ഈ എപ്പിസോഡ് ഫുള്ള് കണ്ടതിന് ശേഷം മാത്രം നിങ്ങളത് എന്ത് ചെയ്യുക, ആക്സസ് ചെയ്യുക. അല്ലാത്ത പക്ഷം അത് കംപ്ലീറ്റ് ചെയ്യുന്നതിലും നിങ്ങൾക്ക് കുറേ കൂടെ ക്ലാരിറ്റി കിട്ടുന്നതിലൊക്കെ ആയിട്ട് ചെറിയ ബുദ്ധിമുട്ടുണ്ടാവും. ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ, ലെറ്റ്സ് ഗെറ്റ് പ്രാക്ടിക്കൽ. ഒരു മിനിറ്റ്. യൂട്യൂബ് പറയുന്നത് ഈ ചാനലിനകത്ത് വീഡിയോ കാണുന്ന 84% ഓഫ് ആൾക്കാരും ചാനൽ സബ്സ്ക്രൈബ്ഡ് അല്ല എന്നുള്ളതാണ്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ജസ്റ്റ് ആ ബട്ടൺ ക്ലിക്ക് ചെയ്യാനും ആബ്സല്യൂട്ട്ലി ഫ്രീ ഓഫ് കോസ്റ്റുമാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ഞങ്ങളുടെ ഗ്രോത്തിൻ്റെ ഒരു മെട്രിക്കാണ്. കുറേ കൂടെ ആൾക്കാരിലേക്ക് ഞങ്ങൾക്ക് വീഡിയോസ് എത്തിക്കാനും ഇമ്പാക്റ്റ് ക്രിയേറ്റ് ചെയ്യാനും വേണ്ടിയിട്ടായിട്ട് ഞങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടാവും. സോ പ്ലീസ് മേക്ക് ഷുവർ ദാറ്റ് യു സബ്സ്ക്രൈബ് ടു ദ ചാനൽ ആൻഡ് യു ഹെൽപ്പ് us. മറ്റൊന്ന്, ഈ എപ്പിസോഡിൻ്റെ 4ാമത്തെ ഫ്രെയിം വർക്കാണ് എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഫ്രെയിം വർക്ക്. നിങ്ങൾ അതുവരെ ഈ എപ്പിസോഡ് കാണുന്നുണ്ടെന്നുള്ളത് ഒന്ന് എൻഷുർ ചെയ്യുക. സോ ലെറ്റ്സ് ഗെറ്റ് ബാക്ക് ടു ദ വീഡിയോ. സോ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇൻ്റർനെറ്റ് ഒന്നോട് കൂടിയിട്ടായിട്ട് ലേണിംഗ് ചീപ്പായി, എൻഡ്ലെസ് ആയി. എല്ലാവരും എന്തെങ്കിലുമൊക്കെ പഠിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്, എപ്പോഴും പഠിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. നമ്മളെ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോഴും നമ്മൾ ഫോണും മറ്റൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ എപ്പോഴും ഇൻഫർമേഷൻ ഇങ്ങനെ കയറിക്കൊണ്ടേയിരിക്കും. എന്നാൽ പീപ്പിൾ കൺഫ്യൂസ് സംതിങ്. അതായത് ലേണിങ്ങും ആ ലേണിംഗ് അല്ലെങ്കിൽ ആ നോളജ് യൂസ്ഫുൾ ആകുന്നത് തമ്മിൽ ഒരുപാട് അന്തരമുണ്ട്, ഒരുപാട് വ്യത്യാസമുണ്ട്. പീപ്പിൾ കൺഫ്യൂസ് വാച്ചിങ് വിത്ത് ലേണിംഗ്, റൈറ്റ്? ഒരു കാര്യം കാണുന്നതും പഠിക്കുന്നതും സെയിം ആണ് എന്നുള്ളത് കൺഫ്യൂസ് ചെയ്യും. മറ്റൊന്ന്, ലേണിങ്ങും സ്കില്ലും സെയിം ആണ് അല്ലെങ്കിൽ രണ്ടും സിമിലർ ആണെന്ന് കൺഫ്യൂസ് ചെയ്യും. ഓർ സ്കില്ലും വാല്യൂം ഇൻകമും ഇതൊക്കെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഓരോ സ്റ്റേജസ് ആണ്, ഡിഫറെൻ്റ് ആയിട്ടുള്ള ഓരോ കാര്യങ്ങളാണ്. ഇതൊക്കെ ഒന്നാണ്. ഇപ്പോൾ നിങ്ങളൊരു കാര്യം പഠിച്ചു കഴിഞ്ഞാൽ അവിടെ ലേണിംഗ് നടക്കുന്നുണ്ട്. ഒരു കാര്യം കണ്ടു കഴിഞ്ഞാൽ അവിടെ ലേണിംഗ് നടക്കുന്നുണ്ട്, അല്ലെങ്കിൽ അവിടെ സ്കിൽ ഉണ്ടാകുന്നുണ്ട്, അവിടെ വാല്യൂ ഉണ്ടാകുന്നുണ്ട്. ആ വാല്യൂ കാരണം നിങ്ങൾക്കൊരു ഇൻകം ഉണ്ടാകുന്നൊക്കെ രീതിയിലായിട്ട് നമ്മൾ എന്ത് ചെയ്യും, നമ്മളത് കൺഫ്യൂസ് ചെയ്യും. എന്നാൽ ഇതൊക്കെ ഡിഫറെൻറ്റ് സ്റ്റേജ് ആവുന്നത് കൊണ്ട് തന്നെ മാർക്കറ്റ് ജസ്റ്റ് ബിക്കോസ് യു ഹാവ് അല്ലെങ്കിൽ യു നോ സംതിങ് നമുക്കത് പേ ചെയ്യണമെന്നില്ല. ആൻഡ് ഇതുകൊണ്ട് തന്നെയാണ് ഒരുപാട് ആൾക്കാർക്ക് ലെറ്റ്സ് സേ ഡിഗ്രി കഴിഞ്ഞിട്ടായിക്കോട്ടെ, മറ്റ് പല കാര്യങ്ങൾ കഴിഞ്ഞിട്ടായിട്ടായിക്കോട്ടെ ജോലി ഇല്ലാത്തതും അല്ലെങ്കിൽ അവരെ മാർക്കറ്റ് റിവാർഡ് ചെയ്യാത്തതും. സോ മാർക്കറ്റ് എന്തിന് പേ ചെയ്യുന്നില്ല? ഇൻട്രസ്റ്റിന് പേ ചെയ്യുന്നില്ല, എഫേർട്ടിന് പേ ചെയ്യുന്നില്ല, ഗുഡ് ഇൻറ്റൻഷൻസിന് പേ ചെയ്യുന്നില്ല. എന്തിന് പോട്ടെ, ഒരു നോളജിന് പോലും എന്ത് ചെയ്യുന്നില്ല, മാർക്കറ്റ് പേ ചെയ്യുന്നില്ല. അപ്പോൾ മാർക്കറ്റ് എന്തിനാണ് പേ ചെയ്യുന്നത്? മാർക്കറ്റ് പേസ് ഫോർ യൂസ്ഫുൾ ഔട്ട്കം, വിസിബിൾ ആയിട്ടുള്ള പ്രൂഫ്, റിലയബിലിറ്റി, ട്രസ്റ്റ് ആൻഡ് റീപ്ലേസ്മെൻറ്റ് ഡിഫിക്കൽട്ടി. ഇതൊക്കെ എന്തൊക്കെയാണെന്നുള്ളത് കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. യൂസ്ഫുൾ ഔട്ട്കം എന്ന് പറയുന്ന സമയത്തൊക്കെ ആയിട്ട് നിങ്ങളുടെ ആ സ്കിൽ അല്ലെങ്കിൽ ലേണിംഗ് കാരണം എന്തെങ്കിലും ഒരു ഔട്ട്കം മാർക്കറ്റിന് ഉണ്ടാവണം, നിങ്ങൾക്കല്ല മാർക്കറ്റിന് ഉണ്ടാവണം. 2, വിസിബിൾ ആയിട്ടുള്ള പ്രൂഫ് ഉണ്ടാവണം. യു നീഡ് ടു ഷോ, യു നീഡ് ടു അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റണം, നിങ്ങളുടെ സ്കില്ല് നിങ്ങൾക്ക് ഒരാൾക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റണം. 2, നിങ്ങളെ റിലൈ ചെയ്യാനായിട്ട് പറ്റണം, നിങ്ങളെ ട്രസ്റ്റ് ചെയ്യാനായിട്ട് പറ്റണം. ലാസ്റ്റ് വൺ, റീപ്ലേസ്മെൻറ്റ് ചെയ്യാൻ പറ്റാതിരിക്കാൻ പറ്റണം. അതായത് റീപ്ലേസ്മെൻറ്റ് ഡിഫിക്കൽട്ടി ഉണ്ടാവണം. നിങ്ങൾ ചെയ്യുന്നൊരു സംഭവം ഈസിലി റീപ്ലേസബിൾ ആണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് എന്ത് ചെയ്യില്ല, ഇറ്റ് വോണ്ട് പേ ഫോർ ദാറ്റ്, ലൈക്ക് ഇറ്റ് വോണ്ട് പേ മച്ച് യു. സോ മാർക്കറ്റ് എന്ത് ചെയ്യുന്നില്ല, മാർക്കറ്റ് ഡസൻ പേ ഫോർ വാട്ട് യു നോ. നിങ്ങൾക്ക് എന്താ അറിയാമെന്നുള്ളിടത്ത് എന്ത് ചെയ്യുന്നില്ല, മാർക്കറ്റ് നിങ്ങളെ പേ ചെയ്യുന്നില്ല. എന്നാൽ ഇറ്റ് പേ ഫോർ വാട്ട് യു ക്യാൻ ഹെൽപ്പ് ഹാപ്പൻ. നിങ്ങളെക്കൊണ്ട് എന്ത് മാർക്കറ്റിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആ മാർക്കറ്റിലുള്ള ഇപ്പോൾ ഒരു ക്ലയൻ്റ് ആയിരിക്കാം, കമ്പനി ആയിരിക്കാം, അവരെ എന്ത് അച്ചീവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നോ ദാറ്റ് ഈസ് വാട്ട് മാർക്കറ്റ് പേസ് ഫോർ. 2, ലേണിംഗ് എന്ന് പറയുന്നത് പ്രൈവറ്റ് ആണ്. ഓക്കെ, നിങ്ങൾ സ്വന്തമായിട്ട് പഠിക്കുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. എന്നാൽ വാല്യൂ എന്ന് പറയുന്നത് പബ്ലിക്കാണ്. ഓക്കെ, മറ്റൊന്ന് വെച്ച് കഴിഞ്ഞാൽ മിക്ക ആൾക്കാർ, മോസ്റ്റ് പീപ്പിൾ ആർ നോട്ട് അണ്ടർ സ്കിൽഡ്, ദർ അണ്ടർ പ്രൂവൺ. ഈ 3 കാര്യങ്ങൾ വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്നും കൂടെ, മാർക്കറ്റ് ഡസൻ പേ ഫോർ വാട്ട് യു നോ, ഇറ്റ് പേ ഫോർ വാട്ട് യു ക്യാൻ ഹെൽപ്പ് അച്ചീവ്. 2, ലേണിംഗ് ഇസ് പ്രൈവറ്റ്, വാല്യൂ ഇസ് പബ്ലിക്. സോ പബ്ലിക്കലി വാല്യൂ ചെയ്യാൻ പറ്റണം, നമുക്ക് കാണിക്കാൻ പറ്റണം. 3, മോസ്റ്റ് പീപ്പിൾ ആർ നോട്ട് അണ്ടർ സ്കിൽഡ്, ദേ ആർ അണ്ടർ പ്രൂവൺ. ഓക്കെ, സോ ഈ 3 ഇഷ്യൂസ് സോൾവ് ചെയ്യുന്നതിലേക്ക് I'll give you certain frameworks, and our frameworks I'm very sure it'll help you out. Okay, so
ഹൗ ഡു യു നോ വെദർ ഒരു സ്കില്ല് വർത്ത് ഡെവലപ്പിംഗ് ആണോ അല്ലയോ? ദാറ്റ് ഇസ് വാട്ട് വി ഗോയിങ് ടു ആൻസർ. നിങ്ങൾ ഇവിടെ സ്റ്റാർട്ട് ചെയ്യേണ്ട ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ക്വസ്റ്റ്യൻ എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, വിച്ച് സ്കിൽ ഇസ് ട്രെൻഡിങ്? ഏത് സ്കില്ലാണ് ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ളത്? ഇപ്പോൾ എല്ലാവരും ഡിജിറ്റൽ മാർക്കറ്റിംഗ് ട്രെൻഡിങ് ആണ്, ഡിസൈൻ ട്രെൻഡിങ് ആണ്, AI ഡെവലപ്മെൻറ്റ് ട്രെൻഡിങ് ആണ്, അല്ലാന്നുണ്ടെങ്കിൽ ഓട്ടോമേഷൻസ് ട്രെൻഡിങ് ആണ്. എന്താണ് ട്രെൻഡിങ് എന്നുള്ളത് ചോദിക്കുന്നത് യു ഹാവ് ടു സ്റ്റോപ്പ്. 2, you have to stop asking what are people posting about, അല്ലെങ്കിൽ കണ്ടന്റ് ഇതിനെക്കുറിച്ചാണ് ക്രിയേറ്റ് ചെയ്യുന്നത് കാര്യങ്ങളൊക്കെ. യു ഹാവ് ടു സ്റ്റോപ്പ് ആസ്കിങ്. എന്നിട്ട് യു ഹാവ് ടു സ്റ്റാർട്ട് ആസ്കിങ് 3 റൈറ്റ് ക്വസ്റ്റ്യൻസ്. ഓക്കെ, നമ്പർ 1 ഇസ്, ഒരു പെർട്ടിക്കുലർ സ്കില്ല് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ സ്കില്ല് എന്ത് പെയിനാണ് സോൾവ് ചെയ്യുന്നത്, റൈറ്റ്? 2, എന്ത് ഔട്ട്കം ആണ് അല്ലെങ്കിൽ എന്ത് റിസൾട്ടാണ് അല്ലെങ്കിൽ എന്ത് ഇമ്പാക്റ്റാണ് ആ ഒരു സ്കില്ല് ക്രിയേറ്റ് ചെയ്യുന്നത്. 3, ആൾക്കാർ ആ സ്കില്ലിന് വേണ്ടിയിട്ടായിട്ട് പേ ചെയ്യുമോ, റൈറ്റ്? യു ഹാവ് ടു ആസ്ക് 3 skills. ഓക്കെ, ഐ മീൻ 3 questions. 3 skills അല്ല, 3 questions, റൈറ്റ്? ഇപ്പോൾ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് എന്ത് പെയിനാണ് അത് സോൾവ് ചെയ്യുന്നത്, 2 എന്ത് ഔട്ട്കം ആണ് അത് ക്രിയേറ്റ് ചെയ്യുന്നത്, 3 വെദർ പീപ്പിൾ പേ ഫോർ ദാറ്റ് ഓർ നോട്ട്, റൈറ്റ്? ഒരു സ്കില്ല് ജസ്റ്റ് ബിക്കോസ് ഇറ്റ് സൗണ്ട്സ് അമേസിങ് ഒരിക്കലും വാല്യൂബിൾ ആവണമെന്നില്ല, റൈറ്റ്? മറ്റൊന്ന് വെച്ച് കഴിഞ്ഞാൽ യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് എ സ്കിൽ ഇസ് വാല്യൂബിൾ വെൻ ഇറ്റ് ചേഞ്ചസ് സംതിങ് ദാറ്റ് മാറ്റേഴ്സ്, റൈറ്റ്? അത് നിങ്ങളിലോ അല്ലെങ്കിൽ മറ്റൊരാളിലോ അയാൾക്ക് അല്ലെങ്കിൽ അവർക്ക് വേണ്ടുന്നൊരു സംഭവം മാറ്റുന്നുണ്ടെങ്കിൽ മാത്രമേ ആ ഒരു സ്കിൽ എന്ത് ചെയ്യുന്നുള്ളൂ, വാല്യൂബിൾ ആവുന്നുള്ളൂ. സോ സ്കിൽസ് ഡസൻ ഗെറ്റ് പെയ്ഡ് ബിക്കോസ് ദർ ഇംപ്രസീവ്, ദേ ഗെറ്റ് പെയ്ഡ് ബിക്കോസ് ദർ യൂസ്ഫുൾ. ഓക്കെ, വെരി സിമ്പിൾ ആയിട്ടുള്ള ഒരു ലൈനാണ്, വെരി സിമ്പിൾ ആയിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ആണ്. ദിസ് ഇസ് യുവർ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് അണ്ടർസ്റ്റാൻഡിംഗ്. ഇനി ഐ വിൽ ഗിവ് യു 5 frameworks. So this takes us to the first framework. The first framework is, it's called the pain map. ഓക്കെ, എന്താണ് പെയിൻ മാപ്പ്? ആ പെയിൻ മാപ്പ് എന്ന് പറയുന്നത് ഒരു സ്കിൽ എപ്പോഴേ പേ ചെയ്യുന്നുള്ളൂ. എ സ്കിൽ പേസ് ഓൺലി വെൻ ഇറ്റ് റെഡ്യൂസസ് പെയിൻ, സേവ്സ് ടൈം, മേക്ക് മണി ഓർ ക്രിയേറ്റ് ട്രസ്റ്റ്. ഈ 4-ൽ ഏതെങ്കിലും ഒന്ന് എന്ത് ചെയ്യണം? ഈവൻ ഒന്നെങ്കിൽ ദ ബെസ്റ്റ് തിങ് കോമ്പിനേഷൻ ഓഫ് ഓൾ 4, ഇല്ലാന്നുണ്ടെങ്കിൽ 4-ൽ ഏതെങ്കിലും ഒന്ന് ചെയ്യണം. ഒന്നെങ്കിൽ പെയിന് കുറക്കണം, ഇല്ലാന്നുണ്ടെങ്കിൽ സമയം സേവ് ചെയ്യണം, ഇല്ലാന്നുണ്ടെങ്കിൽ പൈസ ഉണ്ടാക്കണം, ഇല്ലാന്നുണ്ടെങ്കിൽ ട്രസ്റ്റ് ക്രിയേറ്റ് ചെയ്യണം. ഈ 4-ലും സംഭവിക്കുന്നില്ല എന്നാണെന്നുണ്ടെങ്കിൽ ആ സ്കില്ലിന് എന്തില്ല, ആ സ്കില്ല് പേ ചെയ്യില്ല. ഇറ്റ് വിൽ ബി എ ലോ പേയിങ് സ്കിൽ. ഒരു ആൾ അല്ലെങ്കിൽ ഒരു കമ്പനി ആ സ്കില്ലിൻ്റെ പേര് കൊണ്ടല്ല എന്ത് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഓക്കെ ഇറ്റ് സൗണ്ട്സ് കൂൾ എന്നുള്ളതിലായിട്ട് എല്ലാവരും ഹയറിങ്ങോ കാര്യങ്ങളോ ചെയ്യുന്നുണ്ടാവുക. അവർ ആ സ്കില്ല് ബൈ ചെയ്യുന്നുണ്ടാവുക അല്ലെങ്കിൽ ആ സ്കില്ല് പേ ചെയ്യുന്നുണ്ടാവുക ബിക്കോസ് ഇറ്റ് സോൾവ് എ പ്രോബ്ലം. ഇറ്റ് ഫൈൻഡ്സ് ടൈം ആൻഡ് ഓൾ ഓഫ് ദാറ്റ് ഫോർ ദാറ്റ് കമ്പനി. സോ എല്ലാ ബെസ്റ്റ് സ്കിൽ, എല്ലാ ഗുഡ് സ്കിൽസും ഏതെങ്കിലും ഒരു പെയിനായിട്ട് എന്താണ് കണക്റ്റഡ് ആയിരിക്കും, ലെവറേജ്ഡ് ആയിരിക്കും. ഓക്കെ, ഇവിടെ നമുക്ക് 4 buckets ഉണ്ട്. ഈ 4 buckets നമുക്ക് എന്ത് ചെയ്യാം, അനലൈസ് ചെയ്യാം. സോ ഫസ്റ്റ്, റെഡ്യൂസിങ് പെയിൻ, റൈറ്റ്? സോ റെഡ്യൂസിങ് പെയിൻ എന്ന് വെച്ചാൽ ഉദാഹരണത്തിന് ഒന്നെങ്കിൽ കൺഫ്യൂഷൻ എന്തെങ്കിലും ഫിക്സ് ചെയ്യണം, ഇല്ലാന്നുണ്ടെങ്കിൽ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റണം, ഇല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു ഫ്രിക്ഷൻ അല്ലെങ്കിൽ റെസിസ്റ്റൻസ് ആ ഒരു കമ്പനിക്ക് വേണ്ടിയിട്ടായിട്ട് സോൾവ് ചെയ്യാനായിട്ട് പറ്റണം. ഉദാഹരണത്തിന് ഫൈനാൻസ്. ഓക്കെ, ഫൈനാൻസ് എന്ത് ചെയ്യാണ്, അവിടെയുള്ള ഈ കംപ്ലീറ്റ് മണി ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് ഒക്കെ അവിടെ സോൾവ് ചെയ്യാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ സിസ്റ്റംസിൻ്റെ ഗുണം എന്താണ്, എറേഴ്സ് അവിടെ ഒഴിവാക്കാണ്, ക്വാളിറ്റി കൂട്ടാണ്, സമയം ബെറ്റർ ആക്കാണ്. ഓപ്പറേഷൻസ് നടക്കുന്ന സമയത്ത് എന്ത് സംഭവിക്കുകയാണ്, അവിടെ ലിറ്ററലി ബേസിക്കലി ഒരു ഡെലിവറി നടക്കുകയാണ്, ഒരു ഫുൾഫിൽമെൻറ്റ് നടക്കുകയാണ്. സോ കസ്റ്റമർ സപ്പോർട്ട്, ഒരു കസ്റ്റമർക്ക് വേണ്ടിയിട്ടായിട്ട് ആ കമ്പനീൻ്റെ കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ടായിട്ട് സപ്പോർട്ട് കൊടുക്കുന്നിടത്തോട് കൂടിയിട്ടായിട്ട് ആ കമ്പനിക്ക് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ള റെപ്യൂട്ടേഷൻസും കസ്റ്റമർ എക്സ്പീരിയൻസും ബെറ്റർ ആവുകയാണ്. ആൻഡ് ഇങ്ങനെ there are so many, these are all very simple ആയിട്ടുള്ള ഒരു എക്സാമ്പിൾസ് എടുത്താണ്, റൈറ്റ്? സോ ദീസ് സ്കിൽസ് എന്ത് ചെയ്യാണ്, പെയിനെ റെഡ്യൂസ് ചെയ്യാണ്, അല്ലേ? ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഒരാളെ സംബന്ധിച്ചിടത്തോളം, ഒരു സ്റ്റേക്ക് ഹോൾഡറെ സംബന്ധിച്ചിടത്തോളം, എന്ത് വേൾഡിനെ സംബന്ധിച്ചിടത്തോളം ദീസ് ആർ സോൾവിങ് പ്രോബ്ലംസ്. രണ്ടാമത്തെ ബക്കറ്റാണ് സേവിങ് ടൈം. സോ സേവിങ് ടൈമിലേക്ക് ഉദാഹരണത്തിന് ഓട്ടോമേഷൻ, റൈറ്റ്? ഇപ്പം ലെറ്റ്സ് സേ യു ഓട്ടോമേറ്റ് സംതിങ്, നിങ്ങൾ എന്തെങ്കിലും എന്താ പറയുക, സ്പീഡപ്പ് ചെയ്യാണ്, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും സിംപ്ലിഫൈ ചെയ്യാണ്. വാട്ട് ഹാപ്പൻസ് ദെൻ? അവിടെ എന്ത് ചെയ്യണം, ഓട്ടോമാറ്റിക്കലി അവിടെ ഒരുപാട് സമയം സേവ് ചെയ്യാണ്. ദ മോർ ടൈം യു സേവ്, നമുക്ക് ആ സമയം വെച്ചിട്ടായിട്ട് നമുക്ക് കൂടുതൽ ചെയ്യാനായിട്ട് പറ്റും, വേറെ കാര്യങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും, മേ ബി ചിന്തിക്കാനായിട്ട് പറ്റും, റൈറ്റ്? വെറുതെ ഇരിക്കാനായിട്ട് പറ്റും. സോ ദാറ്റ് ഈസ് വാട്ട് സേവിങ് ടൈം ഇസ്, ലെവറേജ്. ടൈം എന്ന് പറയുന്നത് ലെവറേജ് ആണ്, അല്ലേ? സോ ഉദാഹരണത്തിന് എക്സാമ്പിൾ, ടെക്, AI സിസ്റ്റംസ്, ഓട്ടോമേഷൻ, എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഡിസൈൻ സിസ്റ്റംസ്, വർക്ക് ഫ്ലോ ടൂൾസ് കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാണ്, ഇറ്റ് സേവ്സ് എ ലോട്ട് ഓഫ് ടൈം, റൈറ്റ്? ഇപ്പോൾ ഞങ്ങളുടെ ഇപ്പം ടെക് സ്കൂളിനകത്ത് വി ഹാവ് ഒരു AI ടീമുണ്ട്. ആൻഡ് ദിസ് ടീം ബിൽഡ്സ് എ ലോട്ട് ഓഫ് ഇൻറ്റേർണൽ ആപ്ലിക്കേഷൻസ്. ആൻഡ് ഈ ഇൻറ്റേർണൽ ആപ്ലിക്കേഷൻസ് എന്താ ചെയ്യണേ,
എല്ലാ ആഴ്ചയും ഓരോ ഡിപ്പാർട്ട്മെൻറ്റ്സിൽ നിന്നും 2-3 മണിക്കൂറൊക്കെ സേവ് ചെയ്യാണ്. സോ കളക്റ്റീവ്ലി നമുക്കൊരു 10 ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടെങ്കിൽ ഒരാഴ്ച ഒരു 30 മണിക്കൂറോളം സേവ് ചെയ്യപ്പെടുകയാണ്, റൈറ്റ്? സോ ദാറ്റ് ഈസ് സംതിങ് ദാറ്റ് പീപ്പിൾ പേ ഫോർ. ആൻഡ് ഞങ്ങളടുത്തേക്ക് അതിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടായിട്ട് ഒരുപാട് ആൾക്കാർ പഠിക്കാൻ വരുന്നതാണ്, ആ ഒരു സർവീസിന് വേണ്ടിയിട്ട് ഒരുപാട് ക്ലയൻസും വരുന്നുള്ളതാണ്, റൈറ്റ്? സോ പീപ്പിൾ പേ ഫോർ ദാറ്റ്, റൈറ്റ്? മറ്റൊന്ന് വെച്ചാൽ മേക്സ് മണി എന്ന് പറയുന്ന സമയത്തൊന്നെങ്കിൽ ലീഡ്സ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുക, അല്ലാന്നുണ്ടെങ്കിൽ സെയിൽസ് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് പറ്റുക, കൺവേർഷൻ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് പറ്റുക, അല്ലാന്നുണ്ടെങ്കിൽ റവന്യൂ ഗ്രോ ചെയ്യാനായിട്ട് പറ്റുക. ബിക്കോസ് അൾട്ടിമേറ്റ്ലി എല്ലാ കമ്പനീസും എല്ലാ ബിസിനസ്സസും റൺ ചെയ്യുന്നത് എന്തിനാണ്? റവന്യൂ ഗ്രോ ചെയ്യാനും പ്രോഫിറ്റ് മാർജിൻ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടായിട്ടാണ്. ബിക്കോസ് ഇപ്പം റവന്യൂ വരുന്നില്ല, പ്രോഫിറ്റ് വരുന്നില്ല എന്നാണെന്നുണ്ടെങ്കിൽ കമ്പനി സസ്റ്റെയിൻ ചെയ്യില്ല, അല്ലേ? ആൻഡ് റവന്യൂ വരണമെന്നുണ്ടെങ്കിൽ ലീഡ്സ് വരണം, ലീഡ്സ് വന്നാൽ മാത്രം പോരാ, ആ കൺവേർഷൻ ബെറ്റർ ആവണം. കൺവേർഷൻ നടക്കുന്ന സമയത്ത് മാത്രം എന്താവുള്ളൂ? ഈ സെയിൽസ് ഇമ്പ്രൂവ് ആവുള്ളൂ, റവന്യൂ ബെറ്റർ ആവുള്ളൂ, റൈറ്റ്? സോ ആ രീതിയിൽ ഇപ്പോൾ സെയിൽസ്, പെർഫോമൻസ് മാർക്കറ്റിംഗ്, കോപ്പി റൈറ്റിംഗ്, ബിസിനസ് ഡെവലപ്മെൻറ്റ്, സെയിൽസ് ട്രെയിനിങ് കാര്യങ്ങളൊക്കെ പെയ്ഡ് ആയിട്ടൊരു സ്കില്ലായിട്ട് മാറുന്നത് ഇതുകൊണ്ടാണ്. ബിക്കോസ് അത് ഡയറക്റ്റ്ലി റവന്യൂ ആയിട്ട് ടൈഡപ്പാണ്. ഇനി നാലാമത്തെ ബക്കറ്റാണ്, ദ ഫൈനൽ ബക്കറ്റാണ് ട്രസ്റ്റ്, സ്റ്റാറ്റസ്, ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്യുന്ന ബക്കറ്റ്, റൈറ്റ്? സോ ഉദാഹരണത്തിന് ഒരു ബിസിനസ്സിനെ എങ്ങനെയാണ് പെർസീവ് ചെയ്യുന്നത് എന്നുള്ളത് ബെറ്റർ ആക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഒരു പർച്ചേസ് ചെയ്യുന്നതിന് മുന്നേ ആൾക്കാരെ സേഫർ ആണെന്നുള്ളൊരു പെർസെപ്ഷൻ ക്രിയേറ്റ് ചെയ്യുക. ഇവിടെയാണ് ബ്രാൻഡിങ്, ഡിസൈൻ, കോണ്ടന്റ്, കമ്മ്യൂണിക്കേഷൻ, സ്റ്റോറി ടെല്ലിംഗ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ്, സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് ഒക്കെ എന്താവുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്കില്ലായിട്ട് വരുന്നത്. ബിക്കോസ് വൈ? ഇറ്റ് ഹെൽപ്സ് ഒരു ഓഡിയൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു പൊട്ടൻഷ്യൽ ബയർ ഉണ്ടെന്നുണ്ടെങ്കിൽ അയാൾക്ക് ഒരു പെർട്ടിക്കുലർ ട്രസ്റ്റ്, ആ ബ്രാൻഡിനെ കുറിച്ചോ അല്ലെങ്കിൽ ആ പ്രൊഡക്റ്റിനെ കുറിച്ചിട്ടായിട്ടോ അല്ലെങ്കിൽ ആ സർവീസിനെ കുറിച്ചിട്ടായിട്ടോ ട്രസ്റ്റ് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടായിട്ടോ ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ടായിട്ടോ സേഫറായിട്ട് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ടായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സോ ഈ 4 ബക്കറ്റ് എന്ത് ചെയ്യുന്നു? ഈ 4 ബക്കറ്റും ബേസിക്കലി ഇസ് സോൾവിങ് സംതിങ് ഫോർ എ ബിസിനസ്, അല്ലേ? അതെന്ത് ചെയ്യാണ്? അത് പേ ചെയ്യപ്പെടുകയാണ്. സോ ഇതിലേതെങ്കിലും ഒന്നും നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ മൾട്ടിപ്പിൾ നിങ്ങൾക്ക് കണക്ട് ചെയ്യാനായിട്ട് പറ്റുന്നില്ല, ദ എമൗണ്ട് ദാറ്റ് യു ഗെറ്റ് പെയ്ഡ് എന്ത് ചെയ്യും? അവിടെ കുറയും. ഓക്കെ, സോ ഈ 4 ബക്കറ്റിൽ ചിലപ്പം കോമ്പിനേഷൻ വരുന്ന സമയത്താണെങ്കിൽ ഇറ്റ് ബിക്കംസ് മച്ച് മോർ ബെറ്റർ. ഇനി ഇൻഡിവിജ്വൽ ആണെങ്കിൽ തന്നെ എന്തായിരിക്കും? ഇറ്റ് സോൾവ്സ് എ പ്രോബ്ലം, യു ഗെറ്റ് പെയ്ഡ്. ഓക്കെ, സോ പെയിൻ അറ്റാച്ച്മെൻറ്റ് ഇല്ലാതെ ഉള്ള ഏതൊരു സ്കില്ലും ആയിക്കോട്ടെ, ഇറ്റ് ഈസ് ജസ്റ്റ് എ ഹോബി. യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ്, റൈറ്റ്? നിങ്ങൾ വെറുതെ ഒരു സാധനം ചെയ്യുന്നു, അത് ഒരു പ്രോബ്ലം ഒരാളുടെ ലൈഫിൽ സോൾവ് ചെയ്യുന്നില്ല. അത് ടൈം ആയിക്കോട്ടെ, ട്രസ്റ്റ് ആയിക്കോട്ടെ, മണി ആയിക്കോട്ടെ, പെയിൻ ആയിക്കോട്ടെ, വാട്ട് എവർ ഇറ്റ് ഈസ്, ഇറ്റ് ഡസൻറ്റ് പേ എനിത്തിങ്. ഇറ്റ് ഈസ് ജസ്റ്റ് എ ഹോബി എന്നുള്ളതിലേക്കായിട്ട് നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാം. ഓക്കെ, ആൻഡ് ഒരുപാട് എക്സാമ്പിൾസ് എനിക്ക് അവിടെ എടുക്കാനായിട്ട് പറ്റും. ഡിസൈൻ എന്ന് പറയുന്നത് വെറുതെ ഒരു സാധനം കാണാൻ വൃത്തിയാക്കുക എന്നുള്ളതല്ല. ഇറ്റ് ആക്ച്വലി സോൾവ്സ് ഒരു കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലം അവിടെ സോൾവ് ചെയ്യുന്നുണ്ട്. ട്രസ്റ്റ്, ക്ലാരിറ്റി, കൺവേർഷൻ ഒക്കെ ബെറ്റർ ആക്കുന്നുണ്ട്, റൈറ്റ്? സോ കണ്ടന്റ് എന്ന് പറയുന്ന സാധനം അഗൈൻ അനദർ എക്സാമ്പിളാണ്. കണ്ടന്റ് ഇസ് നോട്ട് ജസ്റ്റ് അബൌട്ട് പോസ്റ്റിംഗ്, ഇറ്റ്സ് അബൌട്ട് ക്രിയേറ്റിംഗ് അറ്റൻഷൻ, ട്രസ്റ്റ്, ഡിമാൻഡ് ഒക്കെ വരുന്നതാണ്. സോ ഐ ഹോപ്പ് യു ഗെറ്റിംഗ് ഇറ്റ്, റൈറ്റ്? സോ 3 കാര്യം അഗെയിൻ യു ഹാവ് ടു കീപ്പ് ഇൻ മൈൻഡ്. ഒന്ന്, ഡോണ്ട് ഫോൾ ഇൻ ലവ് വിത്ത് ദ നെയിം ഓഫ് എ സ്കിൽ, റൈറ്റ്? ഞാൻ ഇന്നൊരു സാധനം എനിക്കറിയാം, ഇന്നൊരു സംഭവം എനിക്കുണ്ട്. ഡോണ്ട് ഫോൾ ഇൻ ലവ് വിത്ത് ദാറ്റ്. അണ്ടർസ്റ്റാൻഡ് ദ പെയിൻ ഇറ്റ് സോൾവ്സ്. ഇനി നിങ്ങൾക്ക് ഒരു ഭയങ്കര ഇഷ്ടമുള്ളൊരു സ്കില്ലാണെന്നുണ്ടെങ്കിൽ തന്നെ ഇപ്പം നിങ്ങൾ മാർക്കറ്റിലേക്ക് പെർസീവ് ചെയ്യുന്ന സമയത്തേക്കായിട്ട് ഏതെങ്കിലും ഒരു പ്രോബ്ലം ആയിട്ട് ടൈപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് അനലൈസ് ചെയ്ത് നോക്കുക, റൈറ്റ്? 2, ദ മാർക്കറ്റ് ഡസൻറ്റ് റിവാർഡ് ടാലൻറ്റ്, ഇറ്റ് റിവാർഡ്സ് യൂസ്ഫുൾ റിലീഫ്. ഓക്കെ, അതായത് നിങ്ങൾക്കൊരു ടാലൻറ്റ് അല്ലെങ്കിൽ ഒരാൾക്കൊരു ടാലൻറ്റ് ഉള്ളതുകൊണ്ട് മാർക്കറ്റ് അത് പേ ചെയ്യണമെന്നില്ല. യൂസ്ഫുൾ ആയിട്ടുള്ളൊരു റിലീഫ് അല്ലെങ്കിൽ ഒരു സം സോൾവിങ് അല്ലെങ്കിൽ ഒരു പ്രോബ്ലം സോൾവിങ്ങിന് മാത്രം എന്ത് ചെയ്യുന്നുള്ളൂ? മാർക്കറ്റ് റിവാർഡ് ചെയ്യുന്നുള്ളൂ. 3, പീപ്പിൾ പേ ഫാസ്റ്റർ വെൻ ദ പെയിൻ ഈസ് ഒബ്വിയസ്. ഓക്കെ, ശരിക്കും എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള പെയിൻ അവർക്ക് അറിയുന്നൊരു പെയിനും കൂടിയാണെന്നുണ്ടെങ്കിൽ പീപ്പിൾ വിൽ പേ യു മോർ. ഓക്കെ, നൗ പെയിന് സോൾവ് ചെയ്യാന്നുള്ളത് ഇൻ തിയറി മാത്രമായിട്ടാണെന്നുണ്ടെങ്കിൽ അത് ഇനഫ് അല്ല, റൈറ്റ്? യു നീഡ് എ വിസിബിൾ പ്രൂഫ്. ഇവിടെയാണ് രണ്ടാമത്തെ ഫ്രെയിം വർക്ക് വരുന്നത്. ദാറ്റ് ഇസ് ദ റെസീപ്റ്റ് റൂൾ എന്ന് വേണമെങ്കിൽ വിളിക്കാം. രണ്ടാമത്തെ ഫ്രെയിം വർക്കിനായിട്ടുള്ള പേര് ദ റെസീപ്റ്റ് റൂൾ എന്നുള്ളതാണ്. എന്താണ് റെസീപ്റ്റ് റൂൾ? ബേസിക്കലി വെരി സിമ്പിളാണ്. നിങ്ങളൊരു സാധനത്തിന്, നിങ്ങളൊരു ഹോട്ടലിൽ പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ റെസ്റ്റോറൻറ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങളൊരു സാധനത്തിന് പേയ്മെൻറ്റ് ചെയ്തിട്ട് റെസിപ്റ്റ് കയ്യിലില്ല എന്നാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യില്ല? ഫുഡ് കിട്ടില്ല. മിക്ക ഒരു എക്സാമ്പിൾ എടുക്കുകയാണ്, ലെറ്റ്സ് സേ ഒരു സെൽഫ് സർവീസ് റെസ്റ്റോറൻ്റ് ആണ്. സോ റെസിപ്റ്റ് എന്ന് പറയുന്നത് പ്രൂഫാണ്. സെയിം വേ മിക്ക ആൾക്കാരും പറയും എനിക്ക് ഡിസൈൻ അറിയാം, എഡിറ്റിംഗ് അറിയാം, മാർക്കറ്റിംഗ് അറിയാം, എക്സൽ അറിയാം, AI അറിയാം, ഓട്ടോമേഷൻസ് അറിയാം, കാര്യങ്ങളൊക്കെ അറിയാം. എന്നാൽ വെരി സിമ്പിളായിട്ട് ചോദിക്കുകയാണ്, എവിടെ പ്രൂഫ് എവിടെ, അല്ലെങ്കിൽ റെസീപ്റ്റ് എവിടെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരാളടുത്ത് പോലും അത് ഷോ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സാധനം ഉണ്ടാവില്ല, റൈറ്റ്? സോ റെസീപ്റ്റ് എന്ന് പറയുന്ന സാധനം, അല്ലെങ്കിൽ ദ റെസീപ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്ന സാധനം വെച്ച് കഴിഞ്ഞാൽ റെസീപ്റ്റ്സ് ആർ വിസിബിൾ പ്രൂഫ് ഓഫ് വാട്ട് യു ഹാവ്, അല്ലെങ്കിൽ നിങ്ങൾക്കുള്ള സ്കിൽസ്, നിങ്ങളുടെ റിയൽ ലൈഫിൽ ആ സ്കിൽസ് ഉണ്ട് എന്നുള്ളതിൻ്റെ പ്രൂഫാണെന്ത് ഈ റെസിപ്റ്റ് എന്ന് പറയുന്നത്. സോ
വാട്ട് കൗണ്ട് ആസ് റെസീപ്റ്റ്? എന്താണ് ഈ റെസീപ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? നിങ്ങളുടെ ലൈവ് വർക്ക്സ്, പോർട്ട്ഫോളിയോസ്, കേസ് സ്റ്റഡീസ്, സ്ക്രീൻഷോട്ട്സ്, റിവ്യൂസ്, ബിഫോർ ആഫ്റ്റർ, റിസൾട്ട്സ്, പബ്ലിക് പ്രോജക്ട്സ്, ഡമ്മി പ്രോജക്ട്സ്, സീരിയസ്ലി നിങ്ങൾ ചെയ്തിട്ടുള്ള ഡമ്മി പ്രോജക്ട്സ്, മോക്ക് വർക്ക് ആയിരിക്കാം, ക്യാമ്പയിൻസ് ആയിരിക്കാം, ഡെക്സ് ആയിരിക്കാം, റൈറ്റിംഗ് സാമ്പിൾസ് ആയിരിക്കാം, കോഡായിരിക്കാം, നിങ്ങളുടെ ജിറ്റ്ഹബ് റെപ്പോസിറ്ററി ആയിരിക്കാം, എഡിറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ആയിരിക്കാം, ക്ലയൻറ്റ് ഔട്ട്പുട്ട്സ് ആയിരിക്കാം. ഇതൊക്കെ എന്താണ് റെസീപ്റ്റ് ആയിട്ട് കൂട്ടുന്നതാണ്. സോ ഇത് ബേസിക്കലി ദ തിങ് ഈസ്, നിങ്ങൾ ഈ പറയുന്ന ഏതെങ്കിലും ഒരു സാധനം, വാട്ട് എവർ ദ സ്കിൽ ഈസ്, ഇപ്പോൾ നിങ്ങളൊരു എനിക്ക് എക്സൽ നന്നായിട്ട് അറിയാമെന്ന് പറയുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ എന്തെങ്കിലും ഒരു ഡാറ്റ എടുത്തിട്ട് അത് ക്ലീൻ ചെയ്ത് അതിൽ നിന്ന് ഡാറ്റ പുൾ ഓഫ് ചെയ്തിട്ട് മേ ബി ഡാഷ്ബോർഡ്സും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലുമൊക്കെ അവിടെ കാണിക്കാനായിട്ട് നിങ്ങൾക്ക് അത് പറ്റണം, റൈറ്റ്? സോ ദിസ് ഈസ് വാട്ട് എ റെസിപ്റ്റ് ഇസ്. സോ ഈ റെസിപ്റ്റ് എന്താണ് ഡിസ്റ്റിങ്ക്റ്റ് ചെയ്യുന്നത്? നോളജ് എന്ന് പറയുന്ന സാധനം പ്രൈവറ്റ് ആണ്. ലൈക്ക് നമുക്കൊരു നോളജ് ഉണ്ടാവാം, ഇല്ലാതിരിക്കാം, ഇതൊക്കെ നമുക്ക് മാത്രം അറിയുന്ന ഒരു സംഭവമാണ്. എന്നാൽ റെസിപ്റ്റ് എന്ന് പറയുന്ന സാധനം പബ്ലിക്കാണ്, റൈറ്റ്? സോ റെസിപ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങളൊരു സാധനം നിങ്ങൾക്ക് ഉണ്ട് എന്നുള്ളത് അറിയണമെന്നുണ്ടെങ്കിൽ യു കുഡ് ബി, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റണം, നിങ്ങൾക്കത് പബ്ലിക്കലി കാണിക്കാനായിട്ട് പറ്റണം. അവിടെയാണ് റെസിപ്റ്റ്സ്, നിങ്ങൾ ചെയ്തു വെച്ചിട്ടുള്ള ഓരോ പ്രൂഫ് ഓഫ് സംതിങ് മാറ്റർ ആവുന്നത്, റൈറ്റ്? സോ സർട്ടിഫിക്കറ്റ്സ്, അഗെയിൻ ഇഫ് യു ഗോ ടു ദ സർട്ടിഫിക്കറ്റ്സ് എന്ന് പറയുന്ന സാധനം നിങ്ങളൊരു ക്ലാസ് അറ്റൻഡ് ചെയ്തു അല്ലെങ്കിൽ ഒരു കോഴ്സ് അറ്റൻഡ് ചെയ്തു എന്നുള്ളത് മാത്രമാണ് സിഗ്നിഫൈ ചെയ്യുന്നത്. എന്നാൽ നിങ്ങളുടെ പോർട്ട്ഫോളിയോ എന്ന് പറയുന്നത് ഇറ്റ് ഷോസ് എക്സിക്യൂഷൻ. നിങ്ങൾ ചെയ്തിട്ടുള്ള വർക്ക്സ് എന്ന് പറയുന്നത്, കേസ് സ്റ്റഡീസ് എന്ന് പറയുന്നത്, നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള വർക്ക്സ് എന്ന് പറയുന്നത് ഇറ്റ് ഷോസ് എക്സിക്യൂഷൻ, റൈറ്റ്? ഇറ്റ് ഷോസ് ദാറ്റ് ഓക്കെ യു ഹാവ് ട്രൈഡ്, മിസ്റ്റേക്സ് ഉണ്ടാക്കിയിട്ടുണ്ട്, ആ പ്രോസസ്സ് മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇറ്റ് ഷോസ് ദാറ്റ്. ആൻഡ് അതിനാണ് എന്ത് ചെയ്യുന്നത്, മാർക്കറ്റ് പേ ചെയ്യുന്നത്, റൈറ്റ്? സോ മാർക്കറ്റ് എന്നും സ്കെപ്റ്റിക്കലാണ്. ഡീഫോൾട്ടായിട്ട് നിങ്ങൾ സാധനം നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊരു സെയിൽസ് പ്രോസസ്സ് ആയിട്ടായിക്കോട്ടെ, അതൊരു വാട്ട് എവർ പ്രൊഡക്റ്റ് ആയിക്കോട്ടെ, വാട്ട് എവർ ഇറ്റ് ഈസ്, മാർക്കറ്റ് എന്നും സ്കെപ്റ്റിക്കലാണ്. അത് സ്കിൽസിൻ്റെ കാര്യത്തിൽ നിന്നല്ല, ആൾക്കാരുടെ കാര്യത്തിൽ നിന്നല്ല, എല്ലാവരുടെ കാര്യത്തിലും മാർക്കറ്റ് എന്നും സ്കെപ്റ്റിക്കലാണ്. എസ്പെഷ്യലി നിങ്ങളൊരു ഫ്രഷർ ആണെന്നുണ്ടെങ്കിൽ ഭയങ്കര സ്കെപ്റ്റിക്കലാണ്. അതുകൊണ്ടാണ് വർക്ക് എക്സ്പീരിയൻസ് എന്നുള്ളത് എല്ലാവരും ചോദിക്കുന്നത്. ആൻഡ് ഈ വർക്ക് എക്സ്പീരിയൻസ് എന്ന് പറയുന്ന സാധനം എന്നും വർഷങ്ങളോടുള്ള വർക്ക് നിങ്ങൾ ഒരുപാട്, അത് പല ആൾക്കാരും പറയും ജനിച്ചാൽ തൊട്ടിട്ട് പോയിട്ട് പണിയെടുക്കണം എന്നാലും വർക്ക് എക്സ്പീരിയൻസ് ഉണ്ടാവും എന്നുള്ളതൊക്കെ. എന്നാൽ വാട്ട് ദ മാർക്കറ്റ് മീൻസ് ഹിയർ ഇസ്, നിങ്ങൾ ചെയ്തിട്ടുള്ള എന്തെങ്കിലുമൊക്കെ കാണിക്കാനായിട്ട് പറ്റുമെന്നുള്ളതാണ്. നിങ്ങൾ അതിനുള്ളൊരു എക്സ്പീരിയൻസ് ബിൽഡ് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ്, അല്ലെങ്കിൽ നിങ്ങൾ അതിനുള്ള എഫേർട്ട് എടുത്തിട്ടുണ്ടെന്നുള്ളതാണ്, റൈറ്റ്? സോ ദ ക്വസ്റ്റ്യൻ ഇസ് നോട്ട് വാട്ട് ഡു ഐ നോ, എനിക്ക് എന്തറിയാമെന്നുള്ളതല്ല ഇപ്പോഴത്തെ ക്വസ്റ്റ്യൻ. ദ റൈറ്റ് ക്വസ്റ്റ്യൻ ഇസ് വാട്ട് ക്യാൻ ഐ ഷോ, എനിക്ക് എന്ത് കാണിക്കാനായിട്ട് പറ്റും. ആൻഡ് ദാറ്റ് മൈ ഫ്രണ്ട്, ആ ഒരു പോയിന്റിൽ നിങ്ങളെ പെർസീവ് ചെയ്യുന്നതും എൻറ്റയർലി അവിടെ മാറുന്നുണ്ടാവും. ഓക്കെ, സോ ഇഫ് നിങ്ങൾക്ക് 3 കാര്യം, ഇഫ് നിങ്ങൾക്ക് റെസീപ്റ്റ്സ് കാണിക്കാൻ പറ്റില്ല എന്നാണെന്നുണ്ടെങ്കിൽ ദ മാർക്കറ്റ് വിൽ അസ്യൂം നിങ്ങളത് ഗസ് ചെയ്യുകയാണെന്നുള്ളത്, നിങ്ങളത് ബ്ലഫ് ചെയ്യുകയാണെന്നുള്ളത്. 2, സർട്ടിഫിക്കറ്റ്സ് ജസ്റ്റ് സേ ദാറ്റ് യു അറ്റൻഡഡ്, ദാറ്റ് യു കംപ്ലീറ്റഡ് സംതിങ്, പക്ഷേ റെസീപ്റ്റ്സ് വിൽ ടെൽ യു ഡിഡ് ഇറ്റ്. 3, നോ പ്രൂഫ്, നോ ട്രസ്റ്റ്, നോ ഓപ്പർച്യൂണിറ്റി. വെരി സിമ്പിളാണ്. പ്രൂഫ് ഇല്ലെങ്കിൽ ട്രസ്റ്റ് ഇല്ല, ട്രസ്റ്റ് ഇല്ലെങ്കിൽ ഓപ്പർച്യൂണിറ്റി ഇല്ല. വെരി വെരി സിമ്പിൾ. ഓക്കെ, നൗ ലെറ്റ്സ് സേ ഇതുവരെ ക്ലിയർ ആണെന്ന് വിചാരിക്കുകയാണ്. ക്ലിയർ അല്ലാതാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ലെറ്റ് മീ നോ. ഇതുവരെ ഇഫ് യു ഹാവ് എനി ക്വസ്റ്റ്യൻസ് പ്ലീസ് പുട്ട് ഇൻ ദ കോമൻറ്റ് ബോക്സ് ആസ് വെൽ. നൗ ലെറ്റ്സ് സേ നിങ്ങളുടെ റെസീപ്റ്റ്സ് ഉണ്ട്, പ്രൂഫ് ഓഫ് വർക്ക് ഉണ്ട്. വൺ മോർ ക്വസ്റ്റ്യൻ ആക്ച്വലി മാറ്റേഴ്സ്, റൈറ്റ്? വിൽ സംവൺ ആക്ച്വലി ബൈ ദിസ്? അത് നിങ്ങളുടെ റെസീപ്റ്റ്സ് ഉണ്ടെങ്കിൽ പോലും ഒരു എംപ്ലോയർ അല്ലെങ്കിൽ ഒരാൾ നിങ്ങൾക്കൊരു ജോലി തരുമോ, അല്ലെങ്കിൽ ആ സ്കില്ല് ബൈ ചെയ്യുമോ? ദിസ് ഈസ് വെർ ദ തേർഡ് ഫ്രെയിംവർക്ക് കംസ് ഇൻ, ദ ബയർ ടെസ്റ്റ്. എന്താണ് ബയർ ടെസ്റ്റ്? A skill is only real when a buyer behavior supports it, right? There are ഒരുപാട് ഗ്രേറ്റ് ആയിട്ടുള്ള സ്കിൽസ് ഉണ്ട്, എന്നാൽ പീപ്പിൾ പേ ചെയ്യാത്ത സ്കിൽസ് ഉണ്ട്. ഗ്രേറ്റ് ആയിട്ടുള്ള പീപ്പിൾ പേ ചെയ്യാത്ത, മാർക്കറ്റ് റിവേർഡ് ചെയ്യാത്ത ഒരുപാട് സ്കിൽസ് ഉണ്ട്. സോ ഒരു മാർക്കറ്റ് അല്ലെങ്കിൽ ഒരു കസ്റ്റമർ അല്ലെങ്കിൽ ഒരു ബയർ പീപ്പിൾ പർച്ചേസ് ചെയ്യാൻ അല്ലെങ്കിൽ പേ ചെയ്യാൻ ബിഹേവിയർ കാണിക്കുന്ന സമയത്ത് മാത്രമാണ് ആ സ്കില്ല് റിയൽ ആവുന്നത്, മോണിറ്റൈസബിൾ ആവുന്നത്, പേയബിൾ ആവുന്നത്. നൗ എല്ലാ സ്കില്ലും 4 ക്വസ്റ്റ്യൻസ് പാസ്സാവണം, റൈറ്റ്? വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. കീപ്പ് എ നോട്ട് ഓഫ് ഇറ്റ്. നിങ്ങൾ എഴുതിയെടുക്കേണ്ട, നിങ്ങൾക്ക് വർക്ക് ബുക്കിൽ നിന്ന് ഇതൊക്കെ ഐ ഹവ് ഗിവൺ യു ക്യാൻ ഗോ ഇറ്റ് ആൻഡ് സിംപ്ലി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്, റൈറ്റ്? സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇസ് സമ്മൺ ഓൾറെഡി പേയിങ് ഫോർ ദിസ്? ആരെങ്കിലും ഇതിന് വേണ്ടിയിട്ടായിട്ട് പേ ചെയ്യുന്നുണ്ടോ? നിങ്ങൾക്ക് നോക്കാൻ പറ്റുന്ന സംഭവമാണ്. ഹയറിംഗ് ഡിമാൻഡ് ഉണ്ടോ, ഫ്രീലാൻസിങ് ഡിമാൻഡ് ഉണ്ടോ, ബിസിനസ് ഡിമാൻഡ് ഉണ്ടോ, ഇൻറ്റേർണൽ ടീം നീഡ് ഉണ്ടോ, കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടോ എന്നുള്ളത് എങ്ങനെ അസസ് ചെയ്യാം? നിങ്ങൾക്ക് യു ക്യാൻ ജസ്റ്റ് ഗോ ടു ലിങ്ക്ഡ്ഇൻ, എന്നിട്ട് എന്ത് ചെയ്യുക, സെർച്ച് ചെയ്യുക. ഇങ്ങനത്തെ ആൾക്കാർ ജോബ് പോസ്റ്റ് ചെയ്യുന്നുണ്ടോ നോക്കാം. നോക്കറി പോകാം, gulf.com ഇവിടെയൊക്കെ പോയിട്ടായിട്ട് ആൾക്കാർ ഹയറിംഗ് പോസ്റ്റ് ഇടുന്നോ നോക്കാം. എത്ര പോസ്റ്റുകൾ ഉണ്ടെന്നുള്ളത് നോക്കാം. ദ മോർ കൗണ്ട് ഇറ്റ് ഈസ് ഗോയിങ് ടു ബി ദെയർ, ദ മോർ ഡിമാൻഡ് ദാറ്റ് ഇസ് ദെയർ. ആൾക്കാർ ഇത് ഹയർ ചെയ്യുന്നുണ്ടെന്നുള്ളതാണ്.
ഫ്രീലാൻസ് റിക്വസ്റ്റ് കാണുന്നുണ്ടോ എന്നുള്ളത് നോക്കുക, ക്രിയേറ്റേഴ്സ് ഉണ്ടോ എന്നുള്ളത് നോക്കുക. സോ ഇസ് സമ്മൺ ഓൾറെഡി പേയിങ് ഫോർ ദിസ്, റൈറ്റ്? ദാറ്റ് ഇസ് ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. നൗ ഇസ് ദി ഔട്ട്കം ഈസി ടു അണ്ടർസ്റ്റാൻഡ്? ഇത് ആർക്കാണ് ഈസി ടു അണ്ടർസ്റ്റാൻഡ് ആണ്? നിങ്ങൾക്കല്ല, അപ്പുറത്തിരിക്കുന്ന ഒരാൾക്ക്, നിങ്ങളെ ഹയർ ചെയ്യണമെന്ന് ചിന്തിക്കുന്ന ഒരാൾക്ക്, അല്ലെങ്കിൽ നിങ്ങൾക്ക് പേ ചെയ്യണമെന്ന് ചിന്തിക്കുന്ന ഒരാൾക്ക് നിങ്ങൾ ചെയ്തിട്ടുള്ള ഔട്ട്കം എളുപ്പത്തിൽ മനസ്സിലാക്കാനായിട്ട് പറ്റും. ഉദാഹരണത്തിന് ലെറ്റ്സ് സേ നിങ്ങളൊരു ഡിജിറ്റൽ മാർക്കറ്ററാണെന്ന് വെക്കാം. നിങ്ങൾ ചെയ്തിട്ടുള്ളൊരു വർക്ക്, ഇപ്പോൾ ലെറ്റ്സ് സേ സോഷ്യൽ മീഡിയ മാർക്കറ്ററാണെന്ന് വെക്കാം, ഡിജിറ്റൽ മാർക്കറ്റിൽ സോഷ്യൽ മീഡിയ മാർക്കറ്ററാണെന്ന് വെക്കാം. സോ നിങ്ങൾ ചെയ്തിട്ടുള്ളൊരു വർക്ക് അപ്പുറത്തിരിക്കുന്ന ആൾക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റും. ലെറ്റ്സ് സേ ഒരു വീഡിയോ, ലെറ്റ്സ് സേ ഒരു കുറച്ച് എക്സ് നമ്പർ ഓഫ് റീൽസ് നിങ്ങൾ ചെയ്തിട്ടെന്ന് വെക്കാം. അപ്പുറത്തിരിക്കുന്ന ഒരാൾക്ക് ആ റീൽസ് കണ്ടു കഴിഞ്ഞാൽ ഓക്കെ ഇത് റീൽസ് ചെയ്തിട്ടുണ്ട്, ഈ റീൽസ് ഗുഡാണ് എന്നുള്ള സാധനം ഔട്ട്കം കാണാനായിട്ട് പറ്റുമോ? ഇഫ് സോ ഗുഡ്, ഇഫ് നോട്ട് ഗുഡ്. ഓക്കെ, സോ അപ്പുറത്തിരിക്കുന്ന ഒരാൾക്ക് നിങ്ങൾ കൊടുക്കുന്ന ഔട്ട്കം ഈസി ടു അണ്ടർസ്റ്റാൻഡ് ആയിരിക്കണം. സോ ക്യാൻ പീപ്പിൾ ക്ലിയർലി സീ ദ റിസൾട്ട്? മറ്റൊന്ന്, ഇഫ് സേ ഐ ഡിഡ് ദിസ്, അല്ലെങ്കിൽ ഞാൻ ഇത് ചെയ്യുന്ന പറയുന്ന സമയത്ത് ഒരു ബയർക്ക് ഓക്കെ ക്ലിയർലി മനസ്സിലാക്കാൻ പറ്റുമോ അതിൻ്റെ റിക്വയർമെൻറ്റ് എന്താണെന്നുള്ളത്, റൈറ്റ്? 3, ക്യാൻ എ ബിഗിനർ ക്രിയേറ്റ് ദ സെയിം വാല്യൂ? അതായത് നിങ്ങളെ ഹയർ ചെയ്യുന്നതിന് പകരം ലെറ്റ്സ് സേ നിങ്ങൾ മേ ബി യു വുഡ് ഹാവ് പുട്ട് സം ടൈം, ഒരു ഫ്രഷറെ ഹയർ ചെയ്ത് കഴിഞ്ഞാൽ അതേപോലെ വർക്ക് ചെയ്യാനായിട്ട് പറ്റുമോ? ഇഫ് യെസ്, ദെൻ പേയബിലിറ്റി വിൽ ബി ലോ. ഇഫ് നോ, ദെൻ യു ആർ മോർ ഇറീപ്ലേസബിൾ ആണ് അവിടെ, അല്ലെങ്കിൽ കുറച്ചും കൂടെ വാല്യൂ നിങ്ങൾക്ക് അവിടെ ഉണ്ട്, റൈറ്റ്? സോ എസ്പെഷ്യലി ഒരു ഏർലി ആയിട്ടുള്ളൊരു പ്രൊഫഷണൽ ആണെന്നുണ്ടെങ്കിൽ, ഏർലി സ്റ്റേജിലുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ ഭയങ്കര മാറ്ററാണ്. ഒരു ബിഗിനർ, നിങ്ങളെക്കാളും ബിഗിനർ ആയിട്ടുള്ള ഒരാൾ വന്നു കഴിഞ്ഞാൽ, നിങ്ങളെക്കാളും കുറച്ച് പൈസയിൽ ഹയർ ചെയ്യാൻ പറ്റുന്ന ഒരാൾ വന്നു കഴിഞ്ഞാൽ, ക്യാൻ ദേ ഡൂ ദ സെയിം വർക്ക്? ദാറ്റ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, സോ മറ്റൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അനദർ വേ ഓഫ് തിങ്കിങ് ഇറ്റ് ഇസ്, അത് ഭയങ്കര അഡ്വാൻസ്ഡ് ആണോ? ഐ മീൻ ഞാൻ ഇപ്പം എൻ്റർ ചെയ്യാൻ വേണ്ടിയിട്ടായിട്ട് ഭയങ്കര അഡ്വാൻസ്ഡ് ആണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവിടെ കുറേ കൂടെ എക്സ്പെർട്ടീസ് ഉള്ളൊരു റിക്വയർമെൻറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ അവിടെ പോയിട്ട് എൻ്റർ ചെയ്തിട്ടും കാര്യമില്ല. ഓക്കെ, നോട്ട് ജസ്റ്റ് അബൌട്ട് ബിഗിനേഴ്സ്, അവിടെ ഭയങ്കര അഡ്വാൻസ്ഡ് ആയിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ് കേപ്പബിലിറ്റീസ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ പോയിട്ട് ഇത് ചെയ്തിട്ട് കാര്യമില്ല. ഓക്കെ, നൗ 4ാമത്തെ ക്വസ്റ്റ്യൻ, ഞാനിത് ഡെപ്തിലേക്ക് പോകുന്നതിനനുസരിച്ചിട്ട്, അല്ലെങ്കിൽ ഞാൻ കുറേ കൂടെ നോളജ് ഇത് പ്രാക്ടിക്കലി അപ്ലൈ ചെയ്തിട്ട് ഞാൻ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത്, കുറേ കൂടെ ഡെപ്തിലേക്ക് പോകുന്ന സമയത്ത്, വിൽ ദിസ് ഫീൽഡ്, അല്ലെങ്കിൽ am I getting better? റൈറ്റ്? ദർ ആർ സം റോൾസ്, ഞാൻ എത്ര ഡെപ്തിലേക്ക് പോയി കഴിഞ്ഞാലും അൾട്ടിമേറ്റ്ലി അതിൻ്റെ റിക്വയർമെൻറ്റ്സ്, അതിൻ്റെ ഡിമാൻഡ് കാര്യങ്ങൾ കൂടാറില്ല, റൈറ്റ്? സോ ഡസ് ദിസ് ഗെറ്റ് സ്ട്രോങ്ങർ വിത്ത് ദ ഡെപ്ത്? അതാണ് 4ാമത്തെ ക്വസ്റ്റ്യൻ. So you can ask, you need to ask, ഈ സ്കില്ല് ബിഗിനർ ടു, ഐ മീൻ ക്യാൻ ദിസ് സ്കിൽ മൂവ് ഫ്രം ബിഗിനർ ഇൻകം ടു ബിഗർ ഓപ്പർച്യൂണിറ്റീസ് പോകാനായിട്ട് പറ്റുമോ? അതായത് ജോബ്സ്, ഫ്രീലാൻസ്, കൺസൾട്ടിങ്, ലീഡർഷിപ്പ്, ബിസിനസ്, ഈ ഒരു മോഡലൊക്കെ ആയിട്ട് നിങ്ങൾക്ക് ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പോകാനായിട്ട് പറ്റുമോ എന്നുള്ളതാണ് നിങ്ങൾ നോക്കുന്നത്. സോ ചില സ്കിൽസ് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്, എന്നാൽ സെല്ല് ചെയ്യാൻ, ഇവിടെ ഞാൻ സെല്ല് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഒരാൾ അതിന് പേ ചെയ്യാൻ വേണ്ടിയിട്ടായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ചിലത് ഭയങ്കര ട്രെൻഡിയാണ്, എന്നാൽ അപ്പുറത്തിരിക്കുന്ന ഒരാൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ചിലത് ഓൺലൈൻ ഭയങ്കര നൈസായിട്ട് കാണുന്നുണ്ടാവും, എന്നാൽ ലിറ്ററലി ലോങ് ടേം വാല്യൂലേക്ക് വരുന്ന സമയത്ത് ഭയങ്കര വീക്കായിരിക്കും. ഓക്കെ, സോ ദ ബെസ്റ്റ് പെയ്ഡ് സ്കിൽസ് യൂഷ്വലി ഹാവ് 4 മെയിൻ കോമ്പിനേഷൻ. 1, ക്ലിയർ യൂസ് ഉണ്ടാവും. 2, ക്ലിയർ ഔട്ട്പുട്ട് ഉണ്ടാവും, വിസിബിൾ ആയിട്ടുള്ള ഡിമാൻഡ് ഉണ്ടാവും. 4, ദർ ഈസ് ഓൾവേസ് റൂം ടു ഗ്രോ. ഓക്കെ, ഈ 4 സംഭവങ്ങളും എന്നും യൂഷ്വലി ബെസ്റ്റ് പെയ്ഡ് ആയിട്ടുള്ള സ്കിൽസിനുണ്ടാവും. സോ നിങ്ങളുടെ അഗെയിൻ 3 തിങ്സ് ഫോർ ദിസ് ഫ്രെയിം വർക്ക്. ഫസ്റ്റ്, യുവർ ഒപ്പീനിയൻ ഡസൻറ്റ് മാറ്റർ ഫോർ എ സ്കിൽ. നിങ്ങളുടെ ഒപ്പീനിയൻ അബൌട്ട് എ സ്കിൽ ഡസൻറ്റ് മാറ്റർ, ബയർ ബിഹേവിയർ ഡസ്. ഓക്കെ, നിങ്ങളൊരു സാധനത്തിനെ കുറിച്ച് എന്ത് ചിന്തിക്കുന്നു എന്നുള്ളത് ഡസൻറ്റ് മാറ്റർ, റൈറ്റ്? ബയർ ബിഹേവിയർ ഡസ്, റൈറ്റ്? സോ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ അഗെയിൻ ഇത് ജിയോഗ്രഫിക്കലൊക്കെ ആയിട്ട് മാറാം. ഓക്കെ, സോ ഈ ഒരു പെർട്ടിക്കുലർ സ്കില്ലിന് ഇവിടെ ഒരു ലൊക്കേഷനിൽ അതിന് വാല്യൂ ഇല്ലാന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതിന് ബയർ ബിഹേവിയർ ബാഡ് ആണെന്നുണ്ടെങ്കിൽ, ചിലപ്പോൾ ഒരു ലൊക്കേഷനിൽ ചിലപ്പോൾ ബെറ്റർ ആയിരിക്കും. ഇപ്പോൾ ഉദാഹരണത്തിന് ഇവിടെ ആർട്ടിസ്റ്റുകൾക്ക്, ഇപ്പോൾ ലെറ്റ്സ് എന്തെങ്കിലും വെരി ഹാൻഡ് ആർട്ടിസ്റ്റുകൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അവിടെ പെർസെപ്ഷൻ ഭയങ്കര റോങ് ആയിരിക്കാം, ലൈക്ക് ക്യാൻ പീപ്പിൾ മേക്ക് മണി എന്നായിരിക്കാം. എന്നാൽ വേറൊരു സ്ഥലത്ത് പോകുന്ന സമയത്ത് ചിലപ്പോൾ ഭയങ്കരമായിട്ടുള്ള വാല്യൂ അവിടെ ഉണ്ടാവും. ഓക്കെ, സോ ബയർ ബിഹേവിയർ ആണ് ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് തിങ്. സെക്കൻഡ് ഇസ് a skill becomes real only when someone is willing to pay for the outcome. Okay, ആ സ്കില്ല് കാരണം വരുന്ന ഔട്ട്കമ്മിന് പേ ചെയ്യാൻ റെഡിയാകുന്ന സമയത്ത് മാത്രമാണ് ആ ഒരു സ്കില്ല് റിയൽ ആകുന്നത്. 3, a good skill should not only interest you, it should survive the buyer test as well. Okay, നിങ്ങൾ ഇൻട്രസ്റ്റ് ചെയ്താൽ മാത്രം പോരാ, ഈ പറഞ്ഞ 4 ക്വസ്റ്റ്യൻ ദ ബയർ ടെസ്റ്റ് അത് സോൾവ് ചെയ്യും കൂടെ വേണം. Now I hope this is clear. Now even then ഈ സംഭവങ്ങളൊക്കെ ബയോ ടെസ്റ്റ് കംപ്ലീറ്റ് ആയാലും പോലും ഒരു സ്കില്ലുകൊണ്ട് മാത്രം ചിലപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല,
സ്റ്റാൻഡ് ഔട്ട് ചെയ്യാനായിട്ട് പറ്റില്ല. ഇവിടെയാണ് ദ ഫോർത്ത് ഫ്രെയിം വർക്ക് കംസ് ഇൻ ദ പിക്ചർ. ഇതായിരിക്കും ചിലപ്പോൾ നിങ്ങളുടെ ഈ എൻറ്റയർ വീഡിയോക്കകത്ത് ദ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫ്രെയിം വർക്ക് എന്ന് പറയുന്നത് 4ാമത്തെ ഫ്രെയിം വർക്കാണ്. ഓക്കെ, സോ ഐഡിയ എന്ന് പറയുന്നത് ഒരു സ്കില്ല് നിങ്ങൾ എന്ത് ചെയ്യും, മേ ബി ഇറ്റ് വിൽ ഗിവ് യു ഓപ്പർച്യൂണിറ്റി, പക്ഷേ ദ റൈറ്റ് സെക്കൻഡ് ആൻഡ് തേർഡ് സ്കിൽസ് ക്യാൻ മൾട്ടിപ്ലൈ യുവർ വാല്യൂ. ഇതാണ് ഇവിടുത്തെ ഹോൾ കോൺസെപ്റ്റ്. അത് സിംപ്ലിഫൈഡ് ഫോർ യു. ഓക്കെ, ഒരു പെർട്ടിക്കുലർ സ്കില്ലിനകത്ത് വേൾഡ് ക്ലാസ് ആവുക എന്ന് പറയുന്നത് കുറേ ഭയങ്കര ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു ടാസ്ക്കാണ്, സ്ലോ ആയിട്ടുള്ളൊരു പ്രോസസ്സാണ്. പക്ഷേ നമ്മൾ അഡ്ജസ്റ്റൻ്റ് ആയിട്ടുള്ള സ്കിൽസ്, റൈറ്റ് ആയിട്ടുള്ള അഡ്ജസ്റ്റൻ്റ് ആയിട്ടുള്ള സ്കിൽസ് നമ്മൾ കമ്പൈൻ ചെയ്യുന്ന സമയത്ത് എന്താവും, അവിടെ നമ്മുടെ വാല്യൂ ക്വിക്ക്ലി എന്താവും, ഇൻക്രീസ് ആവും. ഐ ഗിവ് യു എക്സാമ്പിൾ. ഓക്കെ, ബിക്കോസ് ദ മാർക്കറ്റ് ലവ്സ് കോമ്പിനേഷൻസ്. എന്ന് മാർക്കറ്റിന് എന്ത് ഇഷ്ടമാണ്, കോമ്പിനേഷൻസ് ഇഷ്ടമാണ്. റാൻഡം കോമ്പിനേഷൻസ് അല്ല, യൂസ്ഫുൾ കോമ്പിനേഷൻസ് മാർക്കറ്റിന് എന്ത് ഇഷ്ടമാണ്. സോ ഞാനിതിനെ 3 ലെവർ ഓഫ് അല്ലെങ്കിൽ ലെവൽ ഓഫ് സ്കിൽസ് ആയിട്ടാണ് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. ബേസ് സ്കിൽ, മൾട്ടിപ്ലയർ സ്കിൽ, ഡിഫറൻഷിയേറ്റർ സ്കിൽ. ഓക്കെ, ആൻഡ് ഇവിടെ തന്നെ യു ഹാവ് ടു കീപ്പ് ഇൻ മൈൻഡ് മാർക്കറ്റിംഗ് പ്ലസ് സെയിൽസ് അല്ല, രണ്ടാണ്. ഐ ഷോ യു എന്താണ് ഉദ്ദേശിക്കുന്നത്. സോ ദ ബേസ് സ്കിൽ, ഈ ബേസ് സ്കിൽ എന്ന് പറയുന്ന സാധനം, ദിസ് ഇസ് സംതിങ് ദാറ്റ് യു ആക്ച്വലി ഡു. ഉദാഹരണത്തിന് ഡിസൈൻ, എഡിറ്റിംഗ്, കോഡിംഗ്, സെയിൽസ്, അക്കൗണ്ടിങ്, കോണ്ടന്റ്, ഇത് നമ്മൾ ബേസ് ആയിട്ട് ചെയ്യുന്നൊരു സംഭവമാണ്. ഇതിൻ്റെ മൾട്ടിപ്ലയർ സ്കിൽ എന്താ, ദിസ് ഈസ് ദ തിങ്. അതായത് ബേസ് സ്കില്ല് സ്ട്രെങ്തൻ ആക്കുന്ന, സ്ട്രോങ് ആക്കുന്ന വേറൊരു അഡ്ജസ്റ്റൻറ്റ് കോമ്പിനേഷനാണ് മൾട്ടിപ്ലയർ സ്കിൽ എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് സ്ട്രാറ്റജി, അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ, സ്റ്റോറി ടെല്ലിംഗ്, അനലിറ്റിക്സ്, സൈക്കോളജി, ബിസിനസ് അണ്ടർസ്റ്റാൻഡിങ്, ഇതൊക്കെ എന്താണ്, മൾട്ടിപ്ലയർ ആണ്. നിങ്ങളുടെ ബേസ് സ്കില്ലിനെ മൾട്ടിപ്ലൈ ചെയ്യുന്ന സ്കില്ലാണ് ഈ പറഞ്ഞ മൾട്ടിപ്ലയർ സ്കിൽ. 3ാമതായിട്ട് വരുന്ന സ്കില്ലാണ് ഡിഫറൻഷിയേറ്റർ സ്കിൽ. ഈ ഡിഫറൻഷിയേറ്റർ സ്കിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു ഡിഫറൻഷിയേറ്റർ എന്ന് പറഞ്ഞ സാധനം, അല്ലെങ്കിൽ ഈ ഒരു 3ാമതായിട്ടുള്ള കോമ്പിനേഷൻ ഉണ്ടെങ്കിൽ ലിറ്ററലി പീപ്പിൾ നിങ്ങൾക്ക് പേ ചെയ്യുന്നതിൻ്റെ, ചിന്തിക്കുന്നത് തന്നെ അവിടെ മാറും. ഉദാഹരണത്തിന് സ്പീഡ്, ടേസ്റ്റ്, റിലയബിലിറ്റി, സിസ്റ്റംസ് തിങ്കിങ്, ലീഡർഷിപ്പ്, നീഷ് സ്പെഷ്യലൈസേഷൻ, ഇതൊക്കെ എന്താവും, നിങ്ങളുടെ ഡിഫറൻഷിയേറ്റർ ആണ്. ഓക്കെ, ഐ ഗിവ് യു എക്സാമ്പിൾ. ഒരു വീഡിയോ എഡിറ്റർ ഒരു ബേസ് സ്കില്ലാണ്. ഓക്കെ, എന്നാൽ ഇമാജിൻ ഒരു വീഡിയോ എഡിറ്റർ അയാൾക്ക് സ്റ്റോറി ടെല്ലിംഗ് അറിയുന്ന ഒരു വീഡിയോ എഡിറ്റർ ഉണ്ടെന്ന് വെക്കാം. റൈറ്റ്, ദാറ്റ് ഈസ് എ മച്ച് മോർ റെയർ കോമ്പിനേഷൻ. ഇനി ഇതിനേക്കാളും ബെറ്റർ ആയിട്ടൊരു കോമ്പിനേഷൻ ഉണ്ട്. ഒരു സ്റ്റോറി ടെല്ലിംഗ് അറിയുന്ന വീഡിയോ എഡിറ്റർ, അയാൾക്ക് ബിസിനസ് സെൻസും കൂടി ഉണ്ടെന്നുണ്ടെങ്കിൽ, ഇത് 3ഉം കമ്പൈൻ ചെയ്യുന്ന സമയത്ത് ഒരു ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം ഇറ്റ് ഈസ് വെരി വാല്യൂബിൾ ഫോർ മീ. ഓക്കെ, ദാറ്റ് ഈസ് വൺ എക്സാമ്പിൾ. മറ്റൊന്ന്, ഒരു ഡിസൈനർ, അയാൾക്ക് കോപ്പി സെൻസും ഉണ്ട്, കൺസ്യൂമർ സൈക്കോളജിയും കൂടെ അറിയാമെന്നാണെന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് എ വേറെ സ്കിൽ. ഇനി വെരി സിമ്പിൾ ആയിട്ടൊരു ഡിസൈനർ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഇല്ലാതെ ചെയ്യുന്നൊരു ഡിസൈനർ ആണെങ്കിൽ അതും ഭയങ്കര റെയർ ആയിട്ടുള്ള കോമ്പിനേഷൻ ആട്ടോ. മറ്റൊന്ന്, ഒരു മാർക്കറ്റർ ആണെന്ന് വെക്കാം, അയാൾക്ക് ഡാറ്റ കുറച്ച് നല്ല ഹോൾഡ് ഉണ്ട്, ഹി ഓർ ഷീ നോ ഹൗ ടു ലുക്ക് അറ്റ് നമ്പേഴ്സ് ആൻഡ് പ്ലസ് അതിനോടൊപ്പം കോണ്ടന്റ് തിങ്കിങ്ങും കൂടെ അറിയാമെന്ന് വെക്കാം. റൈറ്റ്, ദാറ്റ് ഈസ് എ റെയർ കോമ്പിനേഷൻ. ലെറ്റ്സ് ഒരു സെയിൽസ് പേഴ്സൺ ആണ്, അയാളുടെ കമ്മ്യൂണിക്കേഷൻ ഇസ് അനദർ ടൈപ്പ് സ്കിൽ. മറ്റൊന്ന് ഡീപ്പായിട്ടുള്ള പ്രൊഡക്റ്റ് അണ്ടർസ്റ്റാൻഡിങ് കൂടി ഉണ്ടെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് എ റെയർ കോമ്പിനേഷൻ, ഇറ്റ്സ് എ മൾട്ടിപ്ലയർ സ്റ്റാക്ക്. ഓക്കെ, മറ്റൊന്നൊരു കോഡർ, ഡെവലപ്പർ, അയാൾക്ക് പ്രോബ്ലം ഫ്രെയിം ചെയ്യാനും അറിയാം, ക്ലയൻറ്റ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും അറിയാം. വാവ്, ബ്യൂട്ടിഫുൾ കോംബോ. റൈറ്റ്, സോ ആ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യാണ്, വി ആർ മൾട്ടിപ്ലൈയിങ് ദ സ്റ്റാക്ക്, അല്ലെങ്കിൽ മൾട്ടിപ്ലൈയിങ് ദ സ്കിൽസ്. ബേസ് സ്കില്ല്, മൾട്ടിപ്ലയർ സ്കില്ല്, ഡിഫറൻഷിയേറ്റർ സ്കില്ല്. സോ നമ്മൾ ചുമ്മാ പോയിട്ട് സ്കിൽസ് ബിൽഡ് ചെയ്യുന്നതിന് പകരം ഏറ്റവും എളുപ്പം ക്വിക്ക്ലി ഗ്രോ ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ്, അല്ലെങ്കിൽ ഒരു ഷോർട്ട് കട്ടാണ് ഒരു ബേസ് സ്കില്ല് ബിൽഡ് ചെയ്യുന്നതോടൊപ്പം അതിൻ്റെ മൾട്ടിപ്ലയർ സ്കില്ലും അതിന് തക്കതായിട്ടുള്ളൊരു ഡിഫറൻഷിയേറ്റർ സ്കില്ലും നമ്മൾ സെറ്റ് ചെയ്ത് വെക്കുക എന്നുള്ളത്. ഈ സ്പീഡ് എന്നൊക്കെ പറയുന്ന ഡിഫറൻഷിയേറ്റർ സ്കിൽ ഇറ്റ് കംസ് ഓൺലി വിത്ത് ടൈം. കുറച്ച് ടൈം എടുത്തിട്ടാണ് വരുന്നുണ്ടാവുക. ഓക്കെ, സോ നമ്മൾ ഫൗണ്ടേഷൻ അല്ലെങ്കിൽ ഫണ്ടമെന്റൽസ് ബെറ്റർ ആണെന്നിടത്ത് അഗെയിൻ സ്പീഡ് ബെറ്റർ ആവും. ദാറ്റ്സ് ദ ഹോൾ ലോജിക്. ഓക്കെ, സോ ദിസ് ഇസ് ദ ഹോൾ തിങ്. ഒരു സ്കില്ല് ചിലപ്പോൾ നിങ്ങൾ നോട്ടീസ് ചെയ്യപ്പെട്ടേക്കാം, ദ സ്റ്റാക്ക് ചേഞ്ചസ് യുവർ പ്രൈസ്. ലിറ്ററലി ട്രസ്റ്റ് മീ, ഇറ്റ് ചേഞ്ചസ് യുവർ പ്രൈസ്. റൈറ്റ്, ആൻഡ് ഈ സ്റ്റാക്ക് വരുന്നിടത്ത് ഇവിടെ വേറൊരു സംഭവം നടക്കുന്ന മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്, നിങ്ങൾ റീപ്ലേസ് ചെയ്യുന്നതിൻ്റെ ചാൻസസ് അവിടെ കുറവായിരിക്കും. ബിക്കോസ് ഇറ്റ് ഇസ് നോട്ട് ഈസി ടു റീപ്ലേസ് സമ്മൺ വിത്ത് എ മൾട്ടിപ്ലൈഡ് സ്റ്റാക്ക്. സിമ്പിളാണ്. ഐ ഹോപ്പ് ഇറ്റ് ഇസ് ക്ലിയർ. ഓക്കെ, സോ only one line that you have to keep in mind. ഈ ഒരു ഫ്രെയിം വർക്കിനെ സംബന്ധിച്ചിടത്തോളം യൂസ്ഫുൾ കോമ്പിനേഷൻസ് ക്രിയേറ്റ് ലെവറേജ്. ലോകത്തെന്നും പൈസ ഉണ്ടാക്കിയിട്ടുള്ള ആൾക്കാരും കരിയർ നല്ല രീതിയിൽ ക്വിക്ക്ലി ബിൽഡ് ചെയ്തിട്ടുള്ള ആൾക്കാരും എല്ലാവരും കരിയർ ബിൽഡ് ചെയ്തിട്ടുള്ളത് ലെവറേജിൻ്റെ പുറത്താണ്. സോ യൂസ്ഫുൾ ആയിട്ടുള്ള സ്കിൽ കോമ്പിനേഷൻസ് എന്ത് ചെയ്യും, ഇറ്റ് ഈസ് എ ലെവറേജ് ആൻഡ് ദാറ്റ് ലെവറേജ് വിൽ ടേക്ക് യു ടു പ്ലേസസ്. ഭയങ്കര ദൂരത്തിലേക്ക് എടുത്തും അതും ഭയങ്കര ക്വിക്ക്ലി നിങ്ങളെത്തിക്കും. ഐ ഹോപ്പ് ഇറ്റ് ഇസ് ക്ലിയർ. ഓക്കെ, ഇത് പറയുന്നതോട് കൂടിയിട്ട് ലെറ്റ്സ് ഗെറ്റ് എ ലിറ്റിൽ ബിറ്റ് ഹാർഷർ. ഇനി ഒരു ഫ്രെയിം വർക്ക് കൂടെ ബാക്കിയുണ്ട്.
and this is a little hard, okay? Real question is not what you can do. Another, again, what you can do, very important question when you're starting out. So once you start out, the question is not what you can do. The question is how easy are you to be replaced. നിങ്ങളെ റീപ്ലേസ് ചെയ്യാനായിട്ട് എത്ര എളുപ്പമാണെന്നുള്ളതാണ് പിന്നെ നമ്മൾ ചോദിക്കേണ്ട ക്വസ്റ്റ്യൻ. നിങ്ങൾ ഓൾറെഡി വർക്ക് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ദിസ് ഈസ് വൺ തിങ് ദാറ്റ് യു ഹാവ് ടു ഓൾവേസ് ഹാവ് ഇൻ മൈൻഡ്. എന്നും നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സാധനം എന്നെ റീപ്ലേസ് ചെയ്യാൻ പറ്റുമോ, എന്നെ റീപ്ലേസ് ചെയ്യാൻ എളുപ്പമാണോ എന്നുള്ളൊരു സാധനമാണ്, റൈറ്റ്? സോ ഈസിയസ്റ്റ് വേ, അതായത് നിങ്ങൾ അണ്ടർ പെയ്ഡ് ആയിരിക്കാൻ വേണ്ടിയിട്ടായിട്ടുള്ള ഈസിയസ്റ്റ് വേ എന്ന് പറയുന്നത് നിങ്ങൾ ഈസിലി റീപ്ലേസബിൾ ആവാന്നുള്ളതാണ്. നിങ്ങൾ ഈസി റീപ്ലേസബിൾ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളെന്നും അണ്ടർ പെയ്ഡ് ആയിരിക്കും. ഓക്കെ, നൗ ഐ എം ഗോയിങ് ടു ആസ്ക് യു വൺ സിമ്പിൾ ക്വസ്റ്റ്യൻ. ഐ തിങ്ക് ദിസ് വിൽ പ്രൂവ്. ഓക്കെ, നാളെ തൊട്ടിട്ട് യു ആർ ലൈക്ക്, ഓക്കെ, ഐ എം നോട്ട് ഗോണ ഷോ അപ്പ് ടുമോറോ. വിൽ ഇറ്റ് ബി ഈസി ഫോർ ദ കമ്പനി ദാറ്റ് യു വർക്ക് വിത്ത് ടു റീപ്ലേസ് യു? If the answer is yes, then അവിടെ കുറേ കൂടെ എന്തുണ്ട്, യു ഹാവ് ടു ഇംപ്രൂവ്. നിങ്ങളുടെ സ്കിൽ അവിടെ ബെറ്റർ ആക്കേണ്ടിയിട്ടുണ്ട്. ആൻഡ് എന്താണ് ഒരു ആളെ റീപ്ലേസബിൾ ആക്കുന്നത്? വാട്ട് മേക്സ് സമ്മൺ റീപ്ലേസബിൾ? ഒന്ന് കമ്മോഡിറ്റി ലെവൽ എക്സിക്യൂഷൻ. ഓക്കെ, ഒരു സാധനം ചെയ്യാൻ വന്നു, ആ സാധനം ആ തരത്തിലേക്കായിട്ട് മാത്രം ചെയ്യുന്ന ഒരു ലിമിറ്റഡ് ആയിട്ടുള്ളൊരു എക്സിക്യൂഷൻ. രണ്ട്, ജഡ്ജ്മെൻ്റ് ഇല്ലാതിരിക്കുക, ടേസ്റ്റ് ഇല്ലാതിരിക്കുക. ഈ ടേസ്റ്റ് എന്ന് പറയുന്ന സാധനം ഭയങ്കര റെയറായിട്ടുള്ള, ഭയങ്കര ലെവറേജ് ആയിട്ടുള്ളൊരു സംഭവം കേട്ടോ. ഇഫ് യു ഹാവ് എ ടേസ്റ്റ്, ട്രസ്റ്റ് മീ, ലോകത്ത് എവിടെയും നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും സർവൈവ് ചെയ്യാം, റൈറ്റ്? മറ്റൊന്ന്, ഓണർഷിപ്പ് എടുക്കാത്ത ഒരാൾ ഈസിലി റീപ്ലേസബിൾ ആണ്. പ്രോബ്ലം സോൾവിങ്ങിലേക്ക് ചിന്തിക്കാത്ത ഒരാൾ ഈസിലി റീപ്ലേസബിൾ ആണ്. സ്പീഡ് അഡ്വാൻറ്റേജ് ഇല്ല, ക്ലയൻറ്റ് ട്രസ്റ്റ് ഇല്ല, സ്ട്രാറ്റജിക് തിങ്കിങ് തീരെയില്ല, അണ്ടർ പ്രഷർ അല്ലെങ്കിൽ ഒരു സിറ്റുവേഷൻ വരുന്ന സമയത്ത് കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞ സാധനം തീരെയില്ല. ഇതൊക്കെ ഈസിലി ഒരാളെ റീപ്ലേസബിൾ ആക്കുന്ന കുറച്ച് കാര്യങ്ങളാണ്. സോ വാട്ട് മേക്സ് സമ്മൺ ഹാർഡർ ടു റീപ്ലേസ്, റൈറ്റ്? ഒരാളെ റീപ്ലേസ് ചെയ്യാൻ ബുദ്ധിമുട്ടാകുന്നത് എപ്പോഴാണ്? അയാൾക്ക് ഡെസിഷൻ ക്വാളിറ്റി ഉണ്ട്, അയാൾക്ക് ടേസ്റ്റ് ഉണ്ട്, അയാൾ റിലയബിൾ ആണ്, അയാളെ റിലൈ ചെയ്യാനായിട്ട് പറ്റും, ട്രസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും, അയാൾ അക്കൗണ്ടബിലിറ്റി എടുക്കുന്ന ഒരാളാണ്, അയാൾ ഓണർഷിപ്പ് എടുക്കുന്ന ഒരാളാണ്, ഒരു കാര്യം ചെയ്യാം എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ചെയ്യാൻ ഏൽപ്പിച്ച് കഴിഞ്ഞാൽ അത് ചെയ്യുന്ന ഒരാളാണ്, ബിസിനസ്സിൻ്റെ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട്, ഒരു ബിസിനസ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. പോട്ടെ, ബിസിനസ്സിൻ്റെ അണ്ടർസ്റ്റാൻഡിങ് ടോട്ടലി വേണ്ട. ഇപ്പോൾ ലെറ്റ്സ് എ ഡിസൈൻ എന്ന് പറയുന്ന ഫംഗ്ഷൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിസൈൻ എങ്ങനെയാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്, എന്തിനാണ് ഡിസൈൻ, ഇതിൻ്റെ ഇമ്പാക്റ്റ് എന്താണ്, മാർക്കറ്റിംഗ് എന്തിനാണ്, ഇപ്പോൾ സെയിൽസ് ആണെങ്കിൽ സെയിൽസ് എന്തിനാണ്, ഓപ്പറേഷൻസ് ആണെങ്കിൽ ഓപ്പറേഷൻസ് എന്തിനാണ്, HR ആണെങ്കിൽ HR എന്തിനാണ്. ഓരോ ഫംഗ്ഷൻ അണ്ടർസ്റ്റാൻഡിങ് അല്ലെങ്കിൽ ബിസിനസ് അണ്ടർസ്റ്റാൻഡിങ് ഉള്ള സമയത്ത് വെരി ഇമ്പോർട്ടൻ്റ്ലി കമ്മ്യൂണിക്കേഷൻ ഗുഡാണ്. മറ്റൊന്ന്, ഔട്ട്കംസ് ഇമ്പ്രൂവ് ചെയ്യാൻ അല്ലെങ്കിൽ ഓൾറെഡി ചെയ്തു വെച്ചിട്ടുള്ള വർക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്ന ഒരാളാണ്. അതായത് ടാസ്ക് ചെയ്യാന്നുള്ളത് മാത്രമല്ല, ചെയ്തത് ഇമ്പ്രൂവ് ചെയ്യാൻ പിന്നെയും ബെറ്റർ ആക്കാൻ പറ്റുന്ന ഒരാളാണ്. അല്ലാന്നുണ്ടെങ്കിൽ ക്വാളിറ്റിയോട്, അതായത് സ്പീഡോട് കൂടെ ക്വാളിറ്റി ഡെലിവർ ചെയ്യാൻ പറ്റുന്ന ഒരാൾ, ഇൻഡിപെൻഡൻ്റ്ലി ചിന്തിക്കാൻ പറ്റുന്ന ഒരാൾ, സ്ട്രാറ്റജിക്കലി ചിന്തിക്കാൻ പറ്റുന്ന ഒരാൾ, ഇവരൊക്കെ ഹാർഡായിട്ട് റീപ്ലേസ് ആണ്. അത് ഏത് കമ്പനിയിലും, എൻ്റെ കമ്പനിയിലും എല്ലായിടത്തും, ഹാക്കയിലും ഹാരിസൺ കോലും എല്ലായിടത്തും ഹാർഡായിട്ട് റീപ്ലേസ് ആണ്. ഓക്കെ, സോ വാട്ട് ഈസ് ദ ഡിഫറൻഷ്യൻ ഹിയർ? ഫസ്റ്റ് ലെവൽ, ആദ്യം ഞാൻ പറഞ്ഞ ഈസി ടു റീപ്ലേസും ഹാർഡ് ടു റീപ്ലേസും തമ്മിലുള്ള മേജർ ഡിഫറൻസ് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് ടാസ്ക് ലെവലാണ്, ലൈക്ക് ഡൂയിങ് ടാസ്ക് ഇസ് വൺ ലെവൽ, അല്ലെങ്കിൽ ഒന്ന് ടാസ്ക് ലെവലാണ്, പക്ഷേ ഇംപ്രൂവിങ് ഔട്ട്കംസ് ഇസ് അനദർ ലെവൽ, റൈറ്റ്? ഓൺ അനദർ ലെവൽ, റൈറ്റ്? സോ രണ്ടാമത്തെ, അതായത് നിങ്ങളൊരു സാധനം ഇംപ്രൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇഫ് യു ആർ ഏബിൾ ടു ഗെറ്റ് ദ സെയിം ഔട്ട്പുട്ട്, അതായത് രണ്ടുപേരും വർക്ക് ചെയ്യുന്നു, ഈ രണ്ടുപേരും വർക്ക് ചെയ്യുന്നത്, ഒരാൾ അത് ഇമ്പ്രൂവ് ചെയ്ത് പോകാനായിട്ട് പറ്റുന്നുണ്ട്, തിങ്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്, റിലയബിളാണ്, കൺസിസ്റ്റൻ്റ് ആണ്, that person get paid more. Okay, should get paid more also. Okay, now നിങ്ങൾ 4 ക്വസ്റ്റ്യൻ ചോദിക്കാം, നിങ്ങളുടെ തന്നെ 4 ക്വസ്റ്റ്യൻ ചോദിക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇസ്, am I only executing, ഞാനൊരു കാര്യം ചെയ്യുന്നത് മാത്രമാണോ? 2, or am I helping people get better results, right? ഞാനൊരു സംഭവം ചെയ്യുന്നത് മാത്രമാണോ, അതല്ല ഞാൻ അതിനോടൊപ്പം ബെറ്റർ ആയിട്ടുള്ള റിസൾട്ട്സ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ടോ? 3, ഞാൻ ജസ്റ്റ് ഇൻസ്ട്രക്ഷൻസ് ഫോളോ ചെയ്യുന്നതാണോ? am I just following instructions? 4, or can I think, adapt and improve? 4 ക്വസ്റ്റ്യൻസ് ചോദിക്കുക. ഈ 4 ക്വസ്റ്റ്യൻസ് ആൻസർ ഓണസ്റ്റ്ലി ആൻസർ ചെയ്യുക. ഐ തിങ്ക് യു വിൽ ഗെറ്റ് ടു നോ നിങ്ങളുടെ റീപ്ലേസബിലിറ്റി എത്രത്തോളം ഉണ്ടെന്നുള്ളത് നിങ്ങൾക്ക് അവിടെ ഒരു വെരി ക്ലിയർ ആയിട്ട് ഐഡിയ കിട്ടും, റൈറ്റ്? സോ ദ മാർക്കറ്റ് ഡസൻറ്റ് ആസ്ക് യു വാട്ട് യു ഡു, ഇറ്റ് ആസ്ക് യു ഹൗ ഹാർഡ് യു ആർ ടു റീപ്ലേസ്. വെരി സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. 2, ഇറ്റ് ഈസ് ഈസിയസ്റ്റ് പാത്ത് ടു ലോ പ്ലേ, അതായത് ലോ പേക്കുള്ള ഈസിയസ്റ്റ് പാത്താണ് റീപ്ലേസബിലിറ്റി. 3, എക്സിക്യൂഷൻ ഗെറ്റ്സ് യു ഹയർ, ജഡ്ജ്മെൻറ്റ് ഗെറ്റ്സ് യു പെയ്ഡ് മോർ. വെരി സിമ്പിളാണ്. 5 ഫ്രെയിം വർക്ക്സ് ഞാൻ പറഞ്ഞു. 5 ഫ്രെയിം വർക്ക്സും വെരി സിമ്പിളാണ്. ഈ 5 ഫ്രെയിം വർക്ക്സും വെച്ചിട്ടായിട്ട്
ആൻഡ് വർക്ക് ബുക്ക് ഓൾറെഡി ക്രിയേറ്റഡ് ആണ്, ഡിസ്ക്രിപ്ഷനിൽ കാണാം, യു ക്യാൻ ഡൗൺലോഡ് ഇറ്റ് ലേറ്റർ. ഓക്കെ, നൗ വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെക്ഷൻ മിസ്റ്റേക്സ്. കോമൺ ആയിട്ട് ഉണ്ടാക്കുന്ന മിസ്റ്റേക്സ് ആണ്, റൈറ്റ്? ഈ ഫ്രെയിം വർക്ക്സ് ഒക്കെ തന്നിട്ട് കാര്യമില്ല ഇഫ് യു ആർ മേക്കിംഗ് ദിസ് മിസ്റ്റേക്സ്. ആൻഡ് ഈ ഫ്രെയിം വർക്ക്സ് ഒരിക്കലും ഈ മിസ്റ്റേക്സ് നിങ്ങൾ മാറ്റാത്തിടത്തോളം എന്ത് ചെയ്യാൻ പറ്റില്ല, യൂസ്ഫുൾ ആയിട്ട് വരില്ല. നമ്പർ 1 മിസ്റ്റേക്സ്, ഹൈഡിങ് ഇൻ ലേണിംഗ്. ലേൺ ചെയ്തുകൊണ്ടേയിരിക്കുക, പഠിച്ചുകൊണ്ടേയിരിക്കുക. പഠിത്തം എന്ന് പറയുന്ന സാധനത്തിലേക്കായിട്ട് നമ്മൾ ഓക്കെ ഞാൻ പഠിക്കുന്നത് കൊണ്ടാണ് ഞാനിത് അത് പഠിച്ച് കഴിഞ്ഞിട്ടില്ലല്ലോ അതിരിക്കുന്നത്. എൻലെസ് വീഡിയോസ് കാണുക, എൻലെസ് നോട്ട്സ് എടുക്കുക, എൻലെസ് പ്രിപ്പറേഷൻ. പക്ഷേ പ്രൂഫില്ല, ഔട്ട്പുട്ടില്ല, യാതൊരു കാര്യമില്ല. ലൈക്ക് ട്രസ്റ്റ് മീ, യാതൊരു കാര്യമില്ല. നിങ്ങൾ 5 വർഷമോ 10 വർഷമോ 15 വർഷമോ പഠിച്ചിട്ട് യാതൊരു കാര്യമില്ല. ഐ ക്യാൻ ഷോ യു എ ലോട്ട് ഓഫ് പീപ്പിൾ. അത് ബിടെക് കഴിഞ്ഞ് എംടെക് കഴിഞ്ഞ് അതിന് ശേഷം സെക്കൻഡ് എംടെക് ഒക്കെ കഴിഞ്ഞിട്ടും പണിയില്ലാത്ത ആൾക്കാരെ കാണിച്ചു തരുവാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ട്രസ്റ്റ് മീ. എന്നിട്ട് ഇതൊന്നും കഴിഞ്ഞിട്ടായിട്ട് വേറെ ഒരു പണിയും കിട്ടാത്തപ്പോഴത്തേക്ക് ദേ ഗോ ഫോർ റിസർച്ച്. ഇഷ്ടപ്പെട്ടിട്ടായിട്ടൊന്നല്ല, ഒരു ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട്, റൈറ്റ്? സോ ഡോണ്ട് ഹൈഡ് യുവർ സെൽഫ് ഇൻ ലേണിംഗ്, ബിൽഡ് സ്കിൽസ്, ബിൽഡ് ഔട്ട്പുട്ട്, റൈറ്റ്? ബിൽഡ് സംതിങ്, റൈറ്റ്? പഠിച്ചുകൊണ്ടേ ഇരിക്കുന്നു വെച്ചിട്ടായിട്ട് നിങ്ങൾക്ക് കുറേ സർട്ടിഫിക്കറ്റ്സ് ഉണ്ട്, നോളജ് ഉണ്ടെന്ന് വെച്ചിട്ട് മാർക്കറ്റ് ഒരിക്കലും നിങ്ങൾ റിവാർഡ് ചെയ്യണമെന്നില്ല. സെക്കൻഡ് ഇസ് മിസ്റ്റേക്കിംഗ് സർട്ടിഫിക്കറ്റ്സ് ഫോർ വാല്യൂ. അതായത് എൻ്റെ അടുത്ത് സർട്ടിഫിക്കറ്റ് ഉണ്ട്, എൻ്റെ വാല്യൂ എന്താണെന്നുള്ളത് അപ്പുറത്തിരിക്കുന്ന ആൾക്ക് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നത് വേഴ്സ്റ്റ് മിസ്റ്റേക്കാണ്, റൈറ്റ്? സർട്ടിഫിക്കറ്റ്സ് നിങ്ങളുടെ ക്രെഡിബിലിറ്റി സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടായിട്ട് ഗുഡാണ്. ദാറ്റ് ഐ അഗ്രി, ടോട്ടലി അഗ്രി, ഐ ഡോണ്ട് ഡിനൈ, റൈറ്റ്? നിങ്ങളൊരു കാര്യം ചെയ്തിട്ടുണ്ട്, നിങ്ങൾ എഫേർട്ട് എടുത്തിട്ടുണ്ട്, യു ആർ സംവൺ ഓക്കെ ഹൂ ടേക്സ് എ ഡിസിഷൻ ടു ഇംപ്രൂവ്. ഇതൊക്കെ നമുക്ക് അവിടെ കാണാനായിട്ട് പറ്റും. പക്ഷേ നിങ്ങൾക്കൊരു സ്കിൽ അറിയാമെന്നുള്ളത് ഒരിക്കലും അവിടെ ചെയ്യാൻ പറ്റില്ല, നമുക്കവിടെ കാണാനായിട്ട് പറ്റില്ല. ഇറ്റ് ഈസ് നോട്ട് എൻ എവിഡൻസ്. ആൻഡ് അതൊരിക്കലും എന്ത് ചെയ്യില്ല, ഒരു പ്രൂഫ് ഓഫ് വർക്കിന് അല്ലെങ്കിൽ ഒരു എവിഡൻസിന് അത് റീപ്ലേസ് ചെയ്യാനായിട്ട് ഒരു സർട്ടിഫിക്കറ്റിന് പറ്റില്ല, റൈറ്റ്? സോ ആ സർട്ടിഫിക്കറ്റ് ഒരിക്കലും എന്തല്ല, എവിഡൻസ് അല്ല, ഇറ്റ് ഈസ് ജസ്റ്റ് എ സപ്പോർട്ട് ഫോർ യുവർ ക്രെഡിബിലിറ്റി. മൂന്നാമതായിട്ട് വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു മിസ്റ്റേക്കാണ് ഹൈപ്പ് കാരണം അല്ലെങ്കിൽ ഹൈപ്പിന് വേണ്ടിയിട്ടായിട്ടൊരു സ്കില്ല് ചൂസ് ചെയ്യുന്നത്. വേണ്ടേ, ആ സാധനം വേണ്ട. AI ബിക്കോസ് എല്ലായിടത്തും AI ഉണ്ട്. ഇന്നിപ്പോൾ എവിടെ നോക്കിയാലും എന്ത് നോക്കിയാലും AI ആണ്, റൈറ്റ്? AI ബിക്കോസ് ഓഫ് ഇറ്റ് ഹൈപ്പ്, ഡിസൈൻ ബിക്കോസ് ഇറ്റ് ലുക്ക് എസ്തറ്റിക്, അല്ലാന്നുണ്ടെങ്കിൽ കണ്ടന്റ് ബിക്കോസ് ഇറ്റ് ഇസ് ഫൺ, അല്ലെങ്കിൽ എല്ലാവരും കോണ്ടന്റ് പറയുന്നു ബിക്കോസ് ഓഫ് ദാറ്റ്, കോഡിംഗ് ബിക്കോസ് എവരി വൺ സേസ് സോ, ഡെവലപ്മെൻറ്റ് ബിക്കോസ് ഭയങ്കര അടിപൊളി കരിയറാണ്, ഭയങ്കര ഹൈപ്പേഡാണ്, സോഫ്റ്റ്വെയർ എഞ്ചിനീയർ, റൈറ്റ്? ഞാനും ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയറാണ്, ഞാനും ആ മിസ്റ്റേക്സ് ചെയ്തിട്ടുണ്ട്. സോ ദാറ്റ് ഇസ് വൈ, റൈറ്റ്? സോ നോട്ട് ബേസ്ഡ് ഓൺ പെയിൻ, ഡിമാൻഡ് ഓർ ഫിറ്റ്. അത് നിങ്ങൾ പെയിനോ ഡിമാൻഡോ ഫിറ്റോ നോക്കാതെ ഒരു സ്കില്ല് എടുക്കുന്നത് ഭയങ്കര ഒരു മിസ്റ്റേക്കാണ്. ആൻഡ് നാലാമത്തെ മിസ്റ്റേക്കാണ് ബിൽഡിങ് ഇൻ ഐസൊലേഷൻ. ഒറ്റയ്ക്ക് ഒരു കാര്യം ചെയ്യാന്ന് പറയുന്നത്, സ്വന്തമായിട്ടൊരു സാധനം ബിൽഡ് ചെയ്യുക എന്ന് പറയുന്നത് എല്ലാവരും കൊണ്ടും പറ്റുന്ന പണിയല്ല. അതായത് ദർ ആർ മില്യൺസ് ആൻഡ് ബില്യൺസ് ഓഫ് ഫ്രീ വീഡിയോസ് ആൻഡ് എവറിത്തിങ് ഔട്ട് ദർ. പക്ഷേ ഫീഡ്ബാക്ക് ഇല്ലാതെ, ഡെഡ് ലൈൻ സിസ്റ്റമായിട്ട് വർക്കൗട്ട് ചെയ്യിക്കാതെ, ക്ലയൻസ് ഇല്ലാതെ, പ്രഷർ ഇല്ലാതെ, ഒരു പിയർ സ്റ്റാൻഡേർഡ് ഇല്ലാതെ ഒരു സാധനം വർക്കൗട്ട് ചെയ്യിക്കുക, ഐസൊലേഷനിൽ വർക്കൗട്ട് ചെയ്യിക്കാൻ നോക്കുന്ന സമയത്തേക്കായിട്ട് ഇറ്റ് ക്രിയേറ്റ്സ് എൻ ഇല്യൂഷൻ. ഇപ്പോൾ ഒരു ഡെഡ് ലൈൻ ഇല്ലാതെ ഒരു സാധനം ചെയ്യുന്ന സമയത്ത് ലൈക്ക് എപ്പോൾ വേണമെങ്കിലും ഒരു വർക്ക് തീർക്കുക, ആൻഡ് യു മേക്ക് ദറ്റ് യുവർ ഹാബിറ്റ്, അല്ലേ? അല്ലെങ്കിൽ പ്രഷർ ഇല്ലാതെ, അല്ലെങ്കിൽ ഫീഡ്ബാക്ക് ഇല്ലാതെ, ഇറ്റ്സ് ലൈക്ക് ഓക്കെ ഞാൻ ചെയ്യുന്ന എല്ലാ വർക്കും അക്സെപ്റ്റ് ചെയ്യും എല്ലാവരും, ഫീഡ്ബാക്ക് ആരും തരില്ല. ഇറ്റ്സ് വെരി റോങ് നോഷൻ, റൈറ്റ്? സോ നിങ്ങൾക്ക് ഫീഡ്ബാക്ക് വേണം, നിങ്ങൾക്ക് ഡെഡ് ലൈൻസ് വേണം, നിങ്ങൾക്ക് ക്ലയൻറ്റിൻ്റെ ബിഹേവിയർ അറിയണം, പ്രഷർ വേണം, പിയർ സ്റ്റാൻഡേർഡ് എന്താണെന്നുള്ളത് മനസ്സിലാക്കണം. ഇതൊക്കെ ഇതിൻ്റെയൊക്കെ ഇടയിൽ നമ്മളൊരു കാര്യം ചെയ്യുന്ന സമയത്ത് മാത്രമാണ് എന്ത് ചെയ്യുന്നത്, അവിടെ നമ്മൾ ആക്ച്വലി റിയൽ ഇൻഡസ്ട്രീൻ്റെ റെലവൻ്റ് ആയിട്ട് നമുക്ക് ട്രെയിനിങ് സംഭവിക്കുന്നുള്ളൂ, റൈറ്റ്? ആൻഡ് ഫൈനലി അഞ്ചാമത്തെ ബിഗ്ഗസ്റ്റ് മിസ്റ്റേക്കാണ് ക്വിറ്റിംഗ് ടു ഏർലി. അത് വളരെ പെട്ടെന്ന് നിർത്താം. ഞാൻ ഒരു സ്കില്ല് എൻ്റർ ചെയ്തു, എന്നിട്ട് അവിടെ ലെറ്റ്സ് ഒരു 6 മാസം സ്പെൻഡ് ചെയ്തിട്ട് എനിക്കിത് വർക്കാണില്ല, ഐ എം ഗോയിങ് ടു ലുക്ക് അറ്റ് അനദർ സംതിങ്. മാൻ ഡോണ്ട്. ഞാനും ബിഗ്ഗസ്റ്റ് ക്വിറ്റർ, നിങ്ങളുടെ ലൈഫിൽ എന്നെക്കാൾ വലിയൊരു ക്വിറ്റർ ചിലപ്പോൾ കിട്ടാൻ വഴിയില്ല. ഞാൻ മനസ്സിലാക്കിയിട്ട് സംബന്ധിച്ചാൽ മിനിമം ഒരു സാധനത്തിൻ്റെ മേലെ 3 വർഷമെങ്കിലും സ്പെൻഡ് ചെയ്യണം എന്നുള്ളതാണ്. അതൊരു റോളായിക്കോട്ടെ, ഒരു സ്കില്ലായിക്കോട്ടെ, വാട്ട് എവർ ഇറ്റ് ഈസ്, യു ഹാവ് ടു സ്പെൻഡ് മിനിമം 3 years, റൈറ്റ്? മിനിമം 3 years. എന്നാൽ മാത്രമാണ് നിങ്ങളവിടെ വെദർ യു ആർ ഗുഡ് ഓർ നോട്ട് എന്നുള്ളത് ആക്ച്വലി മനസ്സിലാവുന്നുള്ളൂ. ഒരു ബേസ് എക്സ്പെർട്ടീസ് അവിടെ ക്രിയേറ്റ് ആവുന്നുള്ളൂ. ഓക്കെ, നൗ സം പീപ്പിൾ ഡ്രോപ്പ് എ സ്കിൽ ബിക്കോസ് ഇറ്റ് ഫീൽസ് ഹാർഡ്. ബുദ്ധിമുട്ടാവുന്ന സമയത്ത് അവർ നിർത്തിയിട്ട് പോകും. ചില ആൾക്കാർ വിചാരിക്കും ഇതല്ല ഞാനിതായിരുന്നില്ല ചിന്തിക്കാൻ എന്നൊക്കെ. സോ ഒരു മിസ്ഫിറ്റ് എന്ന് പറയുന്ന ഒരു സാധനം, ഒരു സംഭവം വർക്കാവുന്നില്ല എന്നത് എന്നും ഇറ്റ് ഈസ് നോട്ട് എന്താ പറയുക ഒരു സൈൻ ടു ക്വിറ്റ്, റൈറ്റ്? സംടൈംസ് ഇറ്റ്സ് ദ പ്രൈസ് ഓഫ് ഡെപ്ത്. അതായത് നിങ്ങൾ ഡെപ്ത് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിട്ട് നിങ്ങൾ പേ ചെയ്യുന്ന പ്രൈസാണ് എന്ത്, മിസ്ഫിറ്റ് ആൻഡ് ഡിഫിക്കൽട്ടി എന്ന് പറയുന്ന സാധനം. ഓക്കെ, സോ 3 things again here. Learning without receipts is just discomfort. Just comfort, discomfort അല്ല. ഒന്നുകൂടെ പറയാം. So 3 things. Learning without receipts is just
കംഫർട്ട് മാത്രമാണ് നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്, ജസ്റ്റ് കംഫർട്ട് മാത്രമാണ്. ലോട്ട് ഓഫ് പീപ്പിൾ, മിക്ക ആൾക്കാരും ഇവരാരും കൺഫ്യൂസ്ഡ് അല്ല, ഇവരെല്ലാവരും ഒളിച്ചിരിക്കുകയാണ്, ദ ജസ്റ്റ് ഹൈഡിങ്. ഓക്കെ. 3, ഇൻ്റർനെറ്റ് എന്ന് പറയുന്ന സാധനം ഇറ്റ് ലെറ്റ്സ് യു ഫീൽ പ്രൊഡക്റ്റീവ് വിത്തൗട്ട് ബിക്കമിങ് യൂസ്ഫുൾ. I'm going to let that sink in. Once again, ഞാൻ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം. The internet lets you feel productive without becoming useful. നമ്മൾ നോക്കുന്ന സമയത്ത് നമ്മൾ ഭയങ്കര പ്രൊഡക്റ്റീവാണ്, പഠിച്ചുകൊണ്ടിരിക്കുന്നത്, ചെയ്യുന്നുണ്ട്, അത് ചെയ്യുന്നുണ്ട്, പക്ഷേ യു ആർ നോട്ട് ബീങ് യൂസ്ഫുൾ ഹിയർ. മോസ്റ്റ് പീപ്പിൾ അവർക്ക് ആർക്കും എന്ത് വേണ്ട, റാൻഡം ഫ്രീ കണ്ടൻറ്റിൻ്റെ ആവശ്യമില്ല. അവർക്ക് സ്ട്രക്ചർ വേണം, പ്രൊജക്ട്സ് വേണം, ഡെഡ് ലൈൻസ് വേണം, മെൻറ്റർഷിപ്പ് വേണം, ഫീഡ്ബാക്ക് വേണം, റിയൽ പ്രോജക്ട്സ് വേണം, റിയൽ വർക്കിലേക്കുള്ള എക്സ്പോഷർ വേണം. ദിസ് ഈസ് വാട്ട് എല്ലാവർക്കും വേണ്ട സാധനം ഇതാണ്. ബിക്കോസ് നിങ്ങളെ അല്ലെങ്കിൽ ഒരാളെ പേ ചെയ്യുന്നൊരു സ്കില്ല് അത് ഇൻഫർമേഷൻ ത്രൂ മാത്രമല്ല ബിൽഡാവുന്നത്. ഇറ്റ് ഈസ് ബിൽഡ് ത്രൂ റെപ്പിറ്റേഷൻ, ഔട്ട്പുട്ട്, കറക്ഷൻ ആൻഡ് പ്രഷർ. ഈ 4 സാധനങ്ങൾ ബേസ് ചെയ്തിട്ടാണ് ഇത് ബിൽഡാവുന്നത്. ആൻഡ് ഒരു ലേണറും ഒരു ഏണറും തമ്മിലുള്ളൊരു ഗ്യാപ്പ് എന്ന് പറയുന്നത് ഇറ്റ്സ് മോസ്റ്റ് ഓഫ് ദ ടൈം ദി എൻവയൺമെൻറ്റ് യു ആർ ഇൻ വൈൽ യു ബിൽഡ് എ സ്കിൽ. നിങ്ങൾ സ്കില്ല് ബിൽഡ് ചെയ്ത സമയത്തുണ്ടായിരുന്ന എൻവയൺമെൻറ്റാണ് ഒരു ലേണറും ഒരു ഏണറും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്. റൈറ്റ്? സോ ഇറ്റ് ഈസ് നോട്ട് ഇൻ്റലിജൻസ്, ഇറ്റ് ഈസ് ജസ്റ്റ് എൻവയൺമെൻറ്റ്. സോ ബിൽഡിംഗ് skills in isolation is one of the biggest traps of this generation, right? Maybe സിസ്റ്റത്തിൻ്റെ, നമ്മൾ മാട്രിക്സ് എന്നൊക്കെ പറയില്ലേ, സിസ്റ്റത്തിൻ്റെ ഒരു ട്രാപ്പായിരിക്കാം. നമ്മളെല്ലാം ഐസൊലേഷൻ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും, പക്ഷേ ഐ ബിലീവ് ദാറ്റ് ഈസ് എ ബിഗ്ഗസ്റ്റ് ട്രാപ്പ്, റൈറ്റ്? യു നീഡ് എ പിയർ, യു നീഡ് എ ഗ്രൂപ്പ്, യു നീഡ് എ സിസ്റ്റം വിച്ച് സപ്പോർട്ട്സ് യു ടു ലേൺ ദ റൈറ്റ് വേ. ഓക്കെ. തീയിൽ കുരുത്തത് വെയിലത്ത് പാടില്ല എന്ന് പറയുന്നത് പോലെ യു നീഡ് എ സിസ്റ്റം വിച്ച് ഇസ് തീ, സോ ദാറ്റ് വെയിലത്ത് നിങ്ങളത് പാടില്ല എന്നുള്ളത് എൻഷുർ ചെയ്യേണ്ടിയിട്ടായിട്ട്. ഓക്കെ. സോ മിക്ക ആൾക്കാർക്കും, മോസ്റ്റ് പീപ്പിൾ ഡോണ്ട് നീഡ് ഇൻഫർമേഷൻ, ദേ നീഡ് എ സിസ്റ്റം ദാറ്റ് ഫോഴ്സസ് പ്രൂഫ്. പ്രൂഫ് ഇസ് എവറിത്തിങ് മൈ ഫ്രണ്ട്. ഓക്കെ. സോ ദാറ്റ്സ് ഇറ്റ്. ഞാൻ മിസ്റ്റേക്സും കാര്യങ്ങളൊക്കെ അവിടെ സോർട്ട് ഔട്ട് ചെയ്തിട്ടുണ്ട്. ഇഫ് യു ഹാവ് എനി ക്വസ്റ്റ്യൻസ്, എനിത്തിങ് ദാറ്റ് ഇസ് ദേർ, ഞാൻ താഴെ എൻ്റെ മെയിൽ ID കൊടുക്കുന്നുണ്ട്. യു ക്യാൻ സെൻഡ് മീ എൻ ഇമെയിൽ ഓർ യു ക്യാൻ ടെക്സ്റ്റ് മീ ഓൺ Instagram or you can put a comment and I'll be happy to help. So ഡിസ്ക്രിപ്ഷനിൽ ഫസ്റ്റ് ലിങ്ക് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്കിൽ ബിൽഡ് ബ്ലൂ പ്രിൻ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഡോക്യുമെൻ്റ് അവിടെ കാണാനായിട്ട് പറ്റും. ഡൗൺലോഡ് ചെയ്യുക. നിങ്ങൾക്ക് ബെറ്റർ ആയിട്ടുള്ള സ്കിൽസും നിങ്ങളുള്ള സ്കിൽസ് കാര്യങ്ങളൊക്കെ അസസ് ചെയ്യാനും കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് നിങ്ങളുടെ കരിയർ ബിൽഡ് ചെയ്യാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യുന്നുണ്ടാവും. ഇനി നിങ്ങൾ ആദ്യത്തെ എപ്പിസോഡ് കണ്ടിട്ടില്ല എന്നാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്കും താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ലെറ്റ്സ് ബിൽഡ് എ ഗ്രേറ്റ് കരിയർ മൈ ഫ്രണ്ട്. ലെറ്റ്സ് ബിൽഡ് എ ഗ്രേറ്റ് കരിയർ. ഞാൻ എൻ്റെ ലൈഫിൽ അത്യാവശ്യത്തിൽ അധികം കരിയർ മിസ്റ്റേക്സ് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ 10 വർഷത്തിനകത്ത് പഠിക്കേണ്ട മാക്സിമം കാര്യങ്ങൾ ഞാൻ കരിയർ ബേസ് ചെയ്തിട്ട് ഐ ബിലീവ് ഐ ഹാവ് ലേൺഡ്. മാക്സിമം എന്നല്ല, മേ ബി നിങ്ങളെക്കാൾ എന്തായാലും ഒരുപാട് കാര്യങ്ങൾ എനിക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് എന്നുള്ളത് എൻ്റെ ഒരു വിശ്വാസമാണ്, അല്ലെങ്കിൽ ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ആണ്. സോ അതാണ് ഈ എൻ്റയർ സീരീസ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യുന്നുള്ളതും. സോ ഐ വിൽ സീ യു ഇൻ ദ നെക്സ്റ്റ് വൺ. അൻടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ലെറ്റ്സ് കീപ് ഗ്രോയിങ്.